Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, Miss. Good evening. Okay, we can start. Anybody is ready to do prayer? Anyone? Nobody? Yes, please. ഞാൻ അറബിയാണേ. زدنا علما نافعا آتنا حسنة في حياتنا هب لنا قرة آتنا هداية نحن عبادك يا إلهنا ارحمنا ربنا واغفر ذنوبنا ثبت قلوبنا على دينك نجنا وانصرنا من كل آفاتنا آتنا مجيب دعواتنا ربنا زدنا علما نافعا آتنا حسنة في حياتنا. Thank you, Miss. Okay, so സൂപ്പിംഗ് അർത്ഥമൊന്നും മനസ്സിലായില്ല, ബട്ട് നമ്മളുടെ ആലം ദയാലുവായി അത് തന്നെയല്ലേ നോക്കുക? അതുപോലെ തന്നെയാ. അതുപോലെ തന്നെയുള്ള അർത്ഥം തന്നെ. Okay, thank you. Okay, fine. So എനിക്ക് തോന്നുന്നു ഈ വീക്ക് തന്നെ നിങ്ങളുടെ PG ക്ലാസ്സസ് കംപ്ലീറ്റ് ആകും. So you will be having your exams for 6 and 7 only. 8 ബാച്ചിന് എക്സാം ആഫ്റ്റർ ഡിപ്ലോമ എക്സാമിന് ശേഷമായിരിക്കും PGയുടെ 2 സബ്ജക്റ്റിന്റെ എക്സാം. സോ നിങ്ങൾ 6 and 7 15ന് ശേഷമായിരിക്കും ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. സോ in between you will be given by your mock test. Okay. സോ കൂടുതൽ ക്വസ്റ്റ്യൻസ് തരാനുള്ള ഒരു തത്രപ്പാടിലാണ്, അതുകൊണ്ടാണ് ലേറ്റ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് കയ്യിലുണ്ട്. മോഡൽ എക്സാംസ് ഇല്ലാത്ത കാരണം ക്വസ്റ്റ്യൻസിന്റെ നമ്പർ ഒന്ന് കൂട്ടും. പിന്നെ നോ ടെൻഷൻ, ഈ PG കുറെ കണ്ടന്റ് ഉണ്ടെന്നേ ഉള്ളൂ. വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ക്വസ്റ്റ്യൻസും ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ നമ്മള് ഗോ ത്രൂ ചെയ്യാത്തൊരു ടോപ്പിക് ആണെങ്കിൽ കൂടിയും ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ വായിച്ചാൽ തന്നെയും ആൻസർ മനസ്സിലാകുന്ന രീതിയിലാണ്. PGക്ക് എല്ലാവരും നല്ലപോലെ സ്കോർ ചെയ്യാറുണ്ട്. അത്ര ടെൻഷൻ ഉള്ള ഒരു എക്സാം അല്ല PGയുടെ, കാരണം ടോപ്പിക് അതുപോലെ ആയതുകൊണ്ടാട്ടോ. നമ്മുടെ മറ്റ് മോഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി മെത്തേഡ് ആണ്. അവിടെ നിങ്ങൾ ക്ലാസ്സിൽ കയറിയവർക്ക്, ക്ലാസ് കണ്ടവർക്കാണ് ആ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു റിസൾട്ട് വന്നതില് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, മോണ്ടിസോറി തിയറി, മെത്തേഡ്സ്, അതിനെല്ലാവർക്കും നല്ല സ്കോർ തന്നെയുണ്ട്. മീൻസ് ക്ലാസ് കണ്ടു, ക്ലാസ് അത് ലൈവ് കേട്ടു, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് പറ്റും. PG നമുക്ക് ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ പോലും വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്കോർ വാങ്ങാനായിട്ട് പറ്റുന്ന ടോപ്പിക്സ് തന്നെയാണ്. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. സോ നമ്മൾ എവിടെയായിരുന്നു ജസ്റ്റ് എടുത്തോണ്ടിരുന്ന ലെസണിൽ കുറച്ച് പോർഷൻസ് തീർക്കാനുണ്ട്. എനിബഡി വിഷ് ടു ഡു സെമിനാർ യു ക്യാൻ ഡു. ഓക്കെ, ബിക്കോസ് ഈ ഒരു വീക്ക് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടൊന്നും വരണ്ട. ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച് പക്ഷെ സമയമില്ലാത്ത തന്നെ ചെയ്യാൻ പറ്റിയില്ല എന്ന് ആ ഫീലിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇൻ ദ ക്ലാസ്. എനിവേ വൈവ ടൈമിൽ യു ഹാവ് ടു പ്രസന്റ് ഫോർ 2 minutes. അറിയില്ലല്ലോ. സോ വി ക്യാൻ ഡു. ഞാൻ മറന്നുപോയി എവിടെയായി എന്നുള്ളതൊക്കെ. പേജ് മടക്കി വെച്ച് അപ്പൊ തന്നെ ഇരിക്കേണ്ടത് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ഓവറോൾ കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഒരു മീൻസ് എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി എന്തിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ശരിക്കും ആ ഒരു ടീച്ചറുടെ പെർഫോമൻസ് തന്നെയാണ് നമ്മൾ എങ്ങനെയൊക്കെ അനലൈസ് ചെയ്താലും അവിടെ ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. അപ്പൊ ടീച്ചർ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ ടീച്ചർ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് നല്ലതായിരിക്കും. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, പ്രഷറൈസ് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്താൽ ഒരിക്കലും ടീച്ചർക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട്
അല്ലെങ്കിൽ ഔട്ട്കമ്മിലേക്ക് എത്തിക്കാനായിട്ട് പറ്റില്ല. സോ ഡെഫിനറ്റ്ലി നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്ത് ജോബ് ആണെങ്കിലും നമുക്ക് ആ ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റ് അതുപോലെ ആയിരിക്കും. അത് മാത്രമല്ല, നമ്മൾ ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് പേഴ്സണൽ ലൈഫും ഉണ്ടാവും. അത് കൂടാതെ തന്നെ കമ്മ്യൂണിറ്റിയുമായി കണക്ട് ചെയ്ത പല ആക്ടിവിറ്റീസിലും ഇടപെടേണ്ടതായിട്ട് വരും. ഒരു സൊസൈറ്റി, ഒരു കമ്മ്യൂണിറ്റിയിലാണല്ലോ ജീവിക്കുന്നത്. ഇത് മൂന്നും കൂടെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മുടെ പേഴ്സണൽ, പ്രൊഫഷണൽ, നമ്മളുടെ സോഷ്യൽ ആയിട്ടുള്ള ലൈഫ്, മൂന്നും കൂടെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുമ്പോഴാണ് നമ്മൾ ആ ഒരു വെൽനസ്, വെൽബീയിങ്ങിലേക്ക് പോകുന്നത് അല്ലെ. ഫസ്റ്റ് യൂണിറ്റിൽ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല എല്ലാവർക്കും. നിങ്ങൾ ആരെയും ഫസ്റ്റ് യൂണിറ്റ് ഞാനല്ല എടുത്തത്, എന്നാലും ഞാനൊന്ന് ഫസ്റ്റ് യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. മോഡ്യൂൾ 1 പാർട്ട് 1 ഫസ്റ്റ് യൂണിറ്റ്, നോട്ട് അബൌട്ട് PG. ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങളുടെ ടൈറ്റിൽ ഇതായിരുന്നു, ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. മേ ബി പലപ്പോഴും കൺഫ്യൂഷൻ വരും ഹെൽത്തും വെൽനസ്സും തമ്മിൽ അല്ലെ. ഹെൽത്ത് തന്നെയാണോ വെൽനസ്? യെസ്, ഐ ആം വെൽ, ഹൗ ആർ യു, ഐ എം ഗുഡ്, ഐ എം വെൽ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. സോ അത് ഹെൽത്ത് തന്നെയാണോ എന്നൊരു കൺഫ്യൂഷൻ വരും. ബട്ട് വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ആയിരുന്നു. അത് നമ്മളുടെ ഫിസിക്കൽ വെൽനസ്, അതായത് നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് പറയുന്ന, ഫിസിക്കൽ ഹെൽത്ത് റിലേറ്റഡ് പറയുന്ന കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. മാത്രമല്ല നമ്മളുടെ മൂഡ് സെൻസ്, നമ്മുടെ ഇമോഷണൽ വെൽനസ് അതുമായിട്ടും റിലേറ്റഡ് ആണ്. നമ്മുടെ ക്ലൈമറ്റ് നമ്മുടെ വെൽനസിനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. ചൂട് കൂടിയാലും പ്രശ്നം, മഴ കൂടിയ പ്രോബ്ലം, തണുപ്പ് കൂടിയ പ്രോബ്ലം. സോ ക്ലൈമറ്റ് ഓൾസോ ഡിപ്പെൻഡിങ് ഓൺ എഫക്റ്റിംഗ് അവർ വെൽനസ്. ദെൻ അബൌട്ട് എക്കണോമിക് സ്റ്റാറ്റസ്, അതും ആവശ്യത്തിന് കാശില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അസുഖം വന്നു കഴിഞ്ഞാൽ, ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ പെടും. കുട്ടികൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ, പ്രോപ്പർ എഡ്യൂക്കേഷൻ, ആവശ്യത്തിന് ഫണ്ടില്ലെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പേജ് നമ്പർ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യുവാണ്. നമ്മളുടെ ഓവറോൾ കാര്യങ്ങളൊന്ന് റിവ്യൂ ചെയ്ത് പോകുമായിരുന്നു. ഓക്കെ ഫൈൻ. സോ അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മൾ വെല്ലാന്ന് പറയുന്നത് എന്താ, അതായത് ശരിക്കും അതിനൊരു മലയാളം പറയുവാണെങ്കിൽ സുഖം, സന്തോഷം, സമാധാനം, ക്ഷേമം എന്നൊക്കെ പറയും. സുഖം, സന്തോഷം, സമാധാനം എല്ലാം കൂടെ വരുന്ന, നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ, അതിനാണ് വെൽനസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആ യൂണിറ്റ് എടുത്ത എല്ലാ കുട്ടികളോടും ഒരു പിക്ചേഴ്സ് കളക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് ആ യൂണിറ്റിന്റെ ടൈറ്റിലായ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്, ഈ 3 കാര്യങ്ങളെ കുറിച്ചും പിക്ചേഴ്സ് കളക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. എത്ര പിക്ചർ വേണമെങ്കിലും കളക്ട് ചെയ്യാം, നിങ്ങളുടെ സ്വന്തം പിക്ചർ തന്നെ വേണമെങ്കിലും കളക്ട് ചെയ്യാം. ഇറ്റ്സ് ഓൺലി ഫോർ യു. ഒരു ചാറ്റ് പേപ്പറിലായിട്ട് അത് സെറ്റ് ചെയ്യാനൊക്കെയാണ് പറഞ്ഞത്. സബ്മിഷൻ ഒന്നും ഇല്ല. ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുക്കാം അല്ലെ. രാവിലെ വൈകിട്ട് ബ്രഷ് ചെയ്യുന്നതും, പിന്നെ കുളിക്കുന്നതും, നല്ല ഭക്ഷണം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗുഡ് സ്ലീപ്പ്, അങ്ങനെ നേരത്തെ എണീക്കുന്നത്, നേരത്തെ കിടക്കാൻ പോകുന്നത്, പല കാര്യങ്ങളും. ഫിസിക്കലി ഫിറ്റ് ആവാനായിട്ട് റണ്ണിങ്, വാക്കിംഗ്, സ്വിമ്മിങ്, യോഗ, മെഡിറ്റേഷൻ, അങ്ങനെ വാട്ടെവർ ഇറ്റ് ബി, അങ്ങനെ നമ്മള് എക്സസൈസുകൾ നമുക്ക് കൊടുക്കാം. വെൽനസ് എന്ന് വന്നപ്പോൾ അത് എന്ത് കൊടുക്കും എന്ന് കുട്ടികൾ പറഞ്ഞപ്പോഴാണ് സോഷ്യൽ, പ്രൊഫഷണൽ, പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന നമ്മളുടെ മൊമെന്റ്സ്, നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഭക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ എന്താ എവിടെയെങ്കിലും മൂവി കാണാൻ പോകുന്നു, പിക്നിക്കിന് പോകുന്നു അല്ലെ, ആ ഫോട്ടോസ് നമുക്ക് കളക്ട് ചെയ്യാം വെൽനസിന് വേണ്ടിയിട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സ്കൂളുകളിൽ പോകുമ്പോൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. ഓക്കെ, അവരുടെ പിക്ചേഴ്സ്, അവരുടെ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നില്ല, യാതൊരു പിശുക്കും കാണിക്കുന്നവരല്ലാന്ന് തോന്നുന്നു. വരയ്ക്കാം, വേണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, സോ അങ്ങനെ പല രീതിയിലുള്ള വെൽനസ്. പിന്നെ ഓഫീസിൽ നമ്മൾ എല്ലാവരുമായിട്ടിരിക്കുന്നു, പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും എല്ലാവരും വേണ്ടി, അങ്ങനെ കാര്യങ്ങളൊക്കെ. നമ്മളോട് ഞാനിപ്പോ ടീച്ചറിന്റെ ഒരു ക്വാളിറ്റി വരണമെങ്കിൽ ടീച്ചർ ഇടപെടുന്ന, ടീച്ചറിന്റെ വെൽനസ്സുമായിട്ട് അത് കണക്റ്റഡ് തന്നെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് അതൊന്ന് എടുക്കാം. പേജ് നമ്പർ 114 ആണെന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, സോ ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ടീച്ചർ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ലെക്ചർ എടുക്കുന്നു, ക്ലാസ് എടുക്കുന്നു. പക്ഷെ ഇപ്പൊ ആ രീതികൾക്ക് കുറെ മാറ്റം വന്നിട്ടുണ്ട്. കുട്ടികളിലേക്ക് ഇറങ്ങുന്ന ഒരാള്, കുട്ടികളിൽ ഒരാളായി മാറുന്ന ആള്, അത് തന്നെയായിരിക്കണം ടീച്ചർ. കുട്ടികളിൽ ഒരാളായി മാറും. ആ ഒരു ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ടീച്ചറെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ടേബിളും ചെയറും ഇട്ടിരിക്കുന്ന ചെയറിൽ ആയിരിക്കില്ല ചിലപ്പോൾ കാണുന്നത്, കുട്ടികളുടെ ഇടയിലായിരിക്കും. അങ്ങനെയായിരിക്കണം ഒരു ടീച്ചർ. എനിക്ക് വളരെ പരിചയമുള്ള ഒരു ട്രെയിനറുണ്ട്, ഷാരോൺ കെ മീരാൻ എന്നാണ് പേര്. PM ഫൗണ്ടേഷനിൽ നിന്ന് ഫെലോഷിപ്പ് കിട്ടിയാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹം ഇപ്പോൾ
കാലടിയിലെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ അഡ്മിനിസ്ട്രേറ്റർ അങ്ങനെ എന്തോ ഓഫീസ് സ്റ്റാഫാണ്. പക്ഷെ അദ്ദേഹം ക്ലാസ്സസ് എടുക്കും. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളുമായിട്ട്, ഏതൊരു ഏജിലുള്ള കുട്ടികളുമായിട്ടും ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിൽ അദ്ദേഹം ക്ലാസ് എടുക്കുന്ന ഒരു വീഡിയോ, ഒരു ഫോട്ടോ ഞാൻ കണ്ടു. ഭയങ്കര ക്രൗഡാ, അതും ചെറിയ കുട്ടികളാണ്, അഡോളസൻസ് ഗ്രൂപ്പ്. ആ കുട്ടികൾ എല്ലാരും നോക്കുന്നത് ഷാരോണിന്റെ മുഖത്തേക്കാണ്. ഷാരോൺ എവിടെ നിൽക്കുന്നോ എല്ലാ കണ്ണുകളും അങ്ങോട്ട്. അപ്പൊ ആ കുട്ടികളെ പിടിച്ചിരുത്താനുള്ള ഷാരോണിന്റെ കഴിവ് തന്നെയാണ് അത്. സാധാരണ ആ ഒരു ഏജ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും, അവര് ശ്രദ്ധിക്കണമെന്നില്ല, ചെറിയൊരു ഗ്രൂപ്പ് ആയിരിക്കാം ശ്രദ്ധിക്കുന്നത്. ഇതെല്ലാം കഴുത്ത് തിരിച്ചു വെച്ചിട്ട് അവര് ഷാരോണിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അത്രയും മിടുക്കനാണ് ഷാരോൺ ആ ഒരു ക്ലാസ് എടുക്കാൻ. സോ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഷാരോണിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ. സോ ഡെഫിനറ്റ്ലി ഹി വിൽ കം. ചിലപ്പോൾ അത് റെക്കോർഡ് ക്ലാസ് ആയിരിക്കാം, ചിലപ്പോൾ അത് ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും, ഡിപ്പെൻസ്. ഇന്ററാക്റ്റീവ് സെഷൻ വേണമെന്നുള്ള രീതിയിലാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടില്. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി അത് ചിലപ്പോൾ റെക്കോർഡ് ക്ലാസ് ആയിരിക്കാം. ചിലപ്പോൾ ഫസ്റ്റ് ബാച്ചുകൾക്കൊക്കെ കൊടുക്കാത്ത കാരണം റെക്കോർഡ് ക്ലാസ്സസിലേക്ക് പോകും. സോഫ്റ്റ് സ്കിൽസ്, ലൈഫ് സ്കിൽ ഇന്റർവ്യൂ അങ്ങനെ ഫേസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള ക്ലാസ് ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി എന്തായാലും 6 and 7 ഉടനെ കിട്ടും. 8 പിന്നെ ഇപ്പോഴും ലൈവ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഷാരോണെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ മീറ്റ് ദാറ്റ് പേഴ്സൺ. ഈസ് സിജം, നല്ലൊരു വർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഓക്കെ, സോ നമ്മള് ഫാക്കൽറ്റിയുടെ ക്വാളിറ്റി, എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ക്വാളിറ്റി, ഒരു ടീച്ചറുടെ ക്വാളിറ്റി പറഞ്ഞപ്പോ എനിക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു. 8th ബാച്ചിന് അറിയാം അതിനെ കുറിച്ച്. ലീഡർ എന്നുള്ളത് എന്താണെന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. വാട്ട് ഇസ് മെന്റ് ബൈ ലീഡർ? ഓക്കെ, നമുക്ക് ഈ ഒരു PGയുടെ പോർഷനില് ലീഡർഷിപ്പിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ആ ലീഡർഷിപ്പിനെ പറ്റി, സൂപ്പർവൈസറെ പറ്റി പറയുന്ന കേസസിലും ലീഡർ എന്നുള്ളതിനെ പറ്റി നമ്മള് മനസ്സിലാക്കിപ്പോയ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ടീമിലെ ഒരാളാണ്, അല്ലാണ്ട് ടീമിൽ നിന്നും സെപ്പറേറ്റ് ആയി മാറി നിൽക്കുന്ന ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ലീഡർ. ആ ലീഡർ ആ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരാളാണ്. പുറത്തുനിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുകയില്ല ആരാണ് ലീഡർ എന്നുള്ള രീതിയിൽ. അതുപോലെ ആയിരിക്കണം ഒരു ലീഡർ. ലീഡർ ഒരിക്കലും ആ ഒരു ടീമിന്റെ ഏറ്റവും മുന്നിൽ പുതിയെന്ന് പോകേണ്ട ആളുമല്ല, ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആളുമല്ല, അവരുടെ കൂടെ തന്നെ പോകുന്ന ഒരു വ്യക്തിയാണ്. ജോൺ സി മാക്സ്വെൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു അമേരിക്കൻ ഓതർ ആൻഡ് ഒറേറ്റർ ആണ്, ഒരു പ്രഭാഷകൻ, അതുപോലെ തന്നെ പാസ്റ്റർ ആണ്. അദ്ദേഹം പറഞ്ഞിരുന്നു, ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർ ഷോസ് ദ വേ, ഗോസ് ദ വേ, നോസ് ദ വേ. അങ്ങനെ ഒരാളായിരിക്കണം ലീഡർ എന്നുള്ളത്. പോകുന്ന വഴി അദ്ദേഹത്തോടും കൂടെ പോകണം, അദ്ദേഹത്തിന് നല്ലപോലെ അറിയാവുന്ന വഴിയായിരിക്കണം, മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റണം. ആ ഒരു രീതിയിലായിരിക്കണം ലീഡർ എന്ന് പറഞ്ഞു. പക്ഷെ പലപ്പോഴും ലീഡർഷിപ്പ് എന്നുള്ളതിനെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഞാനാണ് എല്ലാവരും കേമൻ എന്ന് സ്വയം പറയുന്ന ലീഡേഴ്സ്, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ നിന്നും മാറിപ്പോകുന്ന തന്നെയായിരിക്കും നല്ലത്. അങ്ങനെ ഒരു ടീം, ദാറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി ടീം. ഷെയർ ചെയ്യട്ടെ. ഈ ഒരു കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ലൈക്ക് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇത് ഇൻ നട്ട്ഷെൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഔട്ട്കമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യണം, ആരൊക്കെ ഇംപ്രൂവ് ചെയ്യണം, ആ ഇംപ്രൂവ് ചെയ്യേണ്ട വ്യക്തികൾക്ക് വേണ്ടുന്ന റിസോഴ്സസ് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യണം, അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് നമ്മളിതിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നോക്കുമ്പോൾ ചാപ്റ്റർ കുറെ ഇങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ കടൽ പോലെ കിടക്കുന്നു. ബട്ട് നത്തിങ്, അതിൽ കാര്യമായിട്ടൊന്നുമില്ല. മീൻസ് ഇതാണ് കാര്യമായിട്ടൊന്നുമില്ല എന്നല്ല, ഇതാണ് അത് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ ക്വാളിഫിക്കേഷൻ ഓഫ് സ്റ്റാഫ് നമ്മൾ പറഞ്ഞു, അതെല്ലാം നമ്മൾ പറഞ്ഞു. എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ഓഫ് സ്റ്റുഡൻസ്, അവർ പോകുന്ന നമ്മള് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഓൾറെഡി പറഞ്ഞു പോയതാണ് 5 കീ ഫാക്ടേഴ്സിന്റെ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ സ്റ്റുഡന്റ് ഉണ്ട്, ടീച്ചറുണ്ട്, അല്ലെങ്കിൽ ലേണർ. അതാണ് സ്റ്റുഡന്റിന് കൊടുത്തൊരു നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ്. ഈ ലേണിംഗ് എക്സ്പീരിയൻസസ്, ആ ലേണിംഗ് പ്രോസസ്സിലൂടെ ലേണിംഗ് എക്സ്പീരിയൻസസ് കിട്ടും. സെയിം ടൈം ടീച്ചർക്കും ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസസ് കിട്ടുന്നു. ദാറ്റ് ഇസ് വൈ നെക്സ്റ്റ് ബാച്ച് ആകുമ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനോ, എനിക്ക് വന്ന കുറവുകൾ തിരുത്തി നല്ല രീതിയിൽ ചിലപ്പോൾ നെക്സ്റ്റ് ബാച്ചിന് ക്ലാസ് എടുക്കാൻ പറ്റും. സോ അതിന് കാരണം നിങ്ങളാണ്. എന്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും എനിക്ക് പുസ്തകങ്ങളാണ്, തുറന്ന പുസ്തകങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മനസ്സിലാക്കി എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും പറ്റണം. ഞാൻ അതിന് തയ്യാറാകാതെ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചാൽ ഞാൻ ഒട്ടും വളരില്ല. സോ ഞാനങ്ങ് ചെറുതായി പോവുകയുള്ളൂ, അല്ലെ? സോ നമ്മൾ അപ്ഡേറ്റഡ് ആകണം, നമ്മൾ അപ്ഗ്രേഡ് ആകണം. ഓരോന്ന് വരുമ്പോൾ കുട്ടികൾ ചില സജഷൻസ് പറയും, ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യും, വിമർശനങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയല്ല, അതിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഐ ഷുഡ് ആക്സെപ്റ്റ് ദാറ്റ്. ആ ഒരു ആക്സെപ്റ്റൻസ് എനിക്ക് കിട്ടണം. ഇനീഷ്യലി ഒക്കെ കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു വിഷമോ എന്തൊക്കെയോ പോലെ തോന്നുന്നു. പക്ഷെ ഇപ്പൊ ആ ഒരു ഫീല് തോന്നുന്നില്ല, ദൈവം സഹായിച്ച്. കാരണം അങ്ങനെ ആയാൽ മാത്രമാണ് ഞാൻ ഈ ജോബ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഇനീഷ്യലി തോന്നുന്നത് ഈ കാലഘട്ടത്തല്ല കേട്ടോ, നിങ്ങളെയൊക്കെ കണ്ടുമുട്ടുമ്പോഴല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് മോണ്ടിസോറി ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് പോളിടെക്നിക്കിൽ പഠിച്ചിരുന്ന സമയത്ത് കേട്ടോ. കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ നോക്കിയിരിക്കുക, നമ്മുടെ ഭാഗത്ത് എന്താ മിസ്റ്റേക്ക് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ നോക്കിയിരിക്കുന്ന വില്ലന്മാരുണ്ടായിരുന്നു. അപ്പം അവര് അതുപോലെയാണ് ക്ലാസ്സിൽ ചോദിക്കുക. അല്ലാതെ കുട്ടികൾ അങ്ങനെ ചെയ്യാറില്ല. അവര് പേഴ്സണലി വന്ന് പറയുന്നത് ഇതങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അവർ ക്ലാസ്സിൽ പറഞ്ഞു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ചില കുട്ടികൾ നമ്മളെ ഒന്ന് ആക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു വില്ലന്മാരുണ്ടായിരുന്നു. പക്ഷെ അവരാണ് നമ്മളെ വളർത്തിയെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം അപ്പൊ നമ്മളെ കുറച്ചുകൂടെ പേടിയാവും, പെർഫെക്റ്റ് ആയിട്ട് ക്ലാസ് എടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ലപോലെ പോകും. അപ്പൊ അവരും നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായിച്ചവർ തന്നെയാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങൾ ടീച്ചറാകാൻ പോകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കുട്ടികളാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ബട്ട് മേ ബി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൊണ്ട് ഹയർ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലൊന്ന് വെക്കാം. ഓക്കെ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിന്റെ കമ്പണൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻപുട്സ്, ആ ഒരു പ്രോസസ് നടക്കുന്നത്. ഔട്ട്പുട്സ്, ഫസ്റ്റ് വൺ സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ. അവർക്ക് അപ്പോൾ കരിക്കുലം ഡിസൈനിൽ കാര്യമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ഭാഗമായിട്ട് ഔട്ട്കം ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ഓഫ് സ്റ്റുഡൻസിന്റെ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ്, അവരുടെ ആ ലേണിംഗ് എക്സ്പീരിയൻസസ്, അതാണ് ഇൻപുട്ടിൽ വരുന്നത്. അപ്പോൾ ലേണിംഗ് സപ്പോർട്ട് അവർക്ക് കിട്ടും. ഇപ്പൊ പ്രാക്ടിക്കൽസ് ചെയ്താലും തിയറി ചെയ്താലും ഒരു ആർട്ടിക്കിൾ എഴുതണമെങ്കിലും അവർക്ക് കിട്ടുന്ന ആ ഒരു ലേണിംഗ് സപ്പോർട്ടിലൂടെയാണ് അവരത് ആ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് അച്ചീവ്മെന്റ്സ് കൂടും. അവർക്ക് കിട്ടുന്ന റിവാർഡ്, അവാർഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടും. കാരണം അവരുടെ പൊട്ടൻഷ്യല് തിരിച്ചറിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്ത് അവര് മുന്നോട്ട് പോകുന്നു. നല്ലപോലെ എസ് എ എഴുതാൻ അറിയുന്ന കുട്ടികളെ ടീച്ചർ കണ്ടുപിടിക്കുന്നു. നല്ലപോലെ ഡ്രോയിങ് ചെയ്യുന്ന കുട്ടികളെ കണ്ടുപിടിക്കുന്നു. സോ ആ ഒരു ലേണിംഗ് സപ്പോർട്ട് കിട്ടുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് അതിനുള്ള അംഗീകാരം കിട്ടും. പിന്നെ റേഞ്ച് ഓഫ് ലേണിംഗ് റിസോഴ്സസ്, നമുക്ക് പല രീതിയിലുള്ള റിസോഴ്സസ് ലേണിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സ്റ്റുഡൻസിന്റെ അസസ്മെന്റ് ആണ് ആ പ്രോസസ്സിൽ നടക്കുന്നത്. അങ്ങനെ സ്റ്റുഡൻസിന്റെ വർക്ക്, ഗ്രാജുവേറ്റ്സ്, നോളജ്, സ്കിൽ, അങ്ങനെ പല ക്വാളിറ്റീസ് അവരിലുണ്ടാകും ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. പിന്നെ പലപ്പോഴും പറഞ്ഞു ടീച്ചർ കുട്ടി തമ്മിലുള്ള റേഷ്യോ. ശരിക്കും 20 സ്റ്റുഡന്റ് ആണ് മാക്സിമം ഒരു ടീച്ചർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അറ്റ് എ ടൈം. അതിൽ കൂടുതൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട്. കാരണം എല്ലാവരിലേക്കും അറ്റൻഷൻ, ഇൻഡിവിജ്വൽ അറ്റൻഷൻ എത്തുക എന്ന് പറയുന്നത് മേ ബി 40 മിനിറ്റ്സ് 50 മിനിറ്റ്സ് കൂടി വന്ന 1 അവർ ആയിരിക്കും ക്ലാസ്. ഈ 1 അവറിൽ 50 കുട്ടികളെ മറിഞ്ഞു വരുമ്പോഴേക്കും സമയം. അപ്പൊ ആ ഒരു ലോവർ പീപ്പിൾ ടീച്ചർ റേഷ്യോ ആണെങ്കിൽ ഔട്ട്പുട്ട് നല്ലതായിട്ട് തന്നെ വരും. അങ്ങനെ പല കാര്യങ്ങളും അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റ്, എഡ്യൂക്കേഷണൽ പ്രോസസ് റൈറ്റ് ഇതിൽ പോകുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് നല്ലൊരു മാനേജ്മെന്റ്.
എല്ലാം യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും കോളേജസ് ആണെങ്കിലും സ്കൂൾസിലും നല്ലൊരു മാനേജ്മെന്റ് വേണം അല്ലെ. നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. ഇപ്പൊ നമ്മൾ മാനേജ് എന്നുള്ളത് നമ്മൾ ഈ ഒരു PG ക്ലാസ്സസ് തുടങ്ങി നമ്മൾ കേൾക്കുവാണ് മാനേജ്മെന്റിന്റെ പല കാര്യങ്ങളും. സോ നല്ലൊരു മാനേജ്മെന്റ് വേണം. പല ആസ്പെക്ട്സ് ഉണ്ട് മാനേജ്മെന്റിന്. അതിൽ മെയിൻ ആയിട്ടുള്ള 4 ആസ്പെക്ട്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓവറോൾ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന അഫക്ട് ചെയ്യുന്ന 4 ആസ്പെക്ട്സുകളാണ്. കുറച്ചു മുമ്പ് പറഞ്ഞ ലീഡർഷിപ്പ്, അതാണ് ഫസ്റ്റ് വൺ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡർഷിപ്പ്, നാഥനില്ല കളരി എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ വരുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. ആ ടീച്ചേഴ്സിന്റെയും അതുപോലെ തന്നെ അക്കാദമിഷ്യൻസ്, ആ ഒരു അക്കാദമിഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാദമിക്കുമായി റിലേറ്റ് ചെയ്തുള്ള പ്രൊഫഷണൽസ്, പ്രൊഫസേഴ്സ് ആകാം, അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളാകാം. ആ വിഷൻ എന്താണ്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിഷൻ എന്താണ്, അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പല യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആവുമ്പോൾ വൈസ് ചാൻസലേഴ്സ് ഉണ്ടാകും, ഡീൻസ് ഉണ്ടായിരിക്കും, പിന്നെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ക്ലാസ് റൂമിലേക്ക് എപ്പോഴും വന്ന് ഇന്ററാക്ട് ചെയ്യുന്നത് ടീച്ചേഴ്സ് ആണ്. അപ്പൊ ആ ഒരു ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലോങ് ടേം ഗോൾ അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ ഒരു ഔട്ട്പുട്ട്, അതിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സും എല്ലാവരും, എല്ലാ സ്റ്റാഫുകളും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും, ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അക്കാദമിക് ഇയർ തീരുന്നതിന് മുമ്പ് തന്നെ നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്കുള്ള ഗോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ രീതിയിലായിരിക്കും അവർ കാര്യങ്ങൾ പ്രോസസ് ചെയ്ത് പോകുക. അപ്പൊ ടീം വർക്ക് ഇല്ലാതെ ഇത് ഒരിക്കലും ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മനസ്സിലായോ? ലീഡർ എന്ന് പറയുന്നത് ഒറ്റ ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല. ആ ലീഡർ നിലനിൽക്കണമെങ്കിൽ നല്ലൊരു ടീം വർക്ക് തന്നെ വേണം. നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ടീം വർക്ക് നിലനിൽക്കുന്നത്. അപ്പോഴാണ് ലോങ് ടേം ക്വാളിറ്റി ഗോൾസിലേക്കെല്ലാം പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്, അതുപോലെ തന്നെ റൈറ്റ് പോളിസീസ് എടുക്കണം, സ്ട്രോങ് കമ്മിറ്റ്മെന്റ്, ഇതെല്ലാം ആ ഒരു ലോങ് ടേം ക്വാളിറ്റിയിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ലീഡർഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ടീച്ചേഴ്സ് ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണെങ്കിലും വൈസ് ചാൻസലേഴ്സ്, ഡീൻസ്, പ്രൊഫസേഴ്സ്, അക്കാദമിഷ്യൻ, ആര് തന്നെയായാലും. നെക്സ്റ്റ് മാനേജ്മെന്റിൽ വരുന്ന ഒരു ലീഡർഷിപ്പ്, അത് നമ്മൾ പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡർഷിപ്പ്. നെക്സ്റ്റ് ക്വാളിറ്റി അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് 2 ലെവലിലാണ് ഈ അഡ്മിനിസ്ട്രേഷൻ ഫംഗ്ഷൻ. ഒന്ന് ഓവറോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഒരു ലെവലിലും, പിന്നൊന്ന് ക്ലാസ് റൂം വൈസ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ്. അപ്പോ നമുക്കറിയാം പലപ്പോഴും ക്ലാസ് റൂമിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ക്ലാസ് റൂം നല്ല ക്ലീൻ ആക്കി വെക്കുക, ബിൽഡിംഗ്, ക്ലെൻനെസ് ഓഫ് ക്ലാസ് റൂം, ബിൽഡിംഗ്, പിന്നെ അവിടെ വാഷ്റൂംസ് ഒക്കെ ഉണ്ടാവും, ബാത്റൂം, പ്ലേ ഗ്രൗണ്ട്, ഡെസ്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലീൻ ആയിട്ട് വെക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക ബിൽഡിങ്ങുകൾ. സ്കൂളിലെ അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിലെ എക്യുപ്മെന്റ്സ്, ഡെസ്ക്, ലൈബ്രറി, ലാബ്, വട്ടവർ ഇറ്റ് ബി, എന്തെല്ലാം ക്ലാസ് റൂം എക്യുപ്മെന്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്തെല്ലാം എക്യുപ്മെന്റ്സ് ഉണ്ടോ, അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. ഡിസിപ്ലിൻ ആയിട്ടായിരിക്കണം. പിന്നെ ഒരു കോഡ് ഓഫ് എത്തിക്സ്, ടീച്ചേഴ്സിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടായിരിക്കണം. പിന്നെ കൺഫോമൻസ് ടു ടീച്ചിങ് ഷെഡ്യൂൾ, കറസ്പോണ്ടൻസ്, ആ ഒരു എന്താ പറയാ, നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ, കറസ്പോണ്ടൻസ്, ഒരു ടീച്ചേഴ്സിന് ഓരോ ഷെഡ്യൂൾ ഉണ്ടാവുമല്ലോ ഓരോ ദിവസവും, അതിന്റെ ഒരു കറസ്പോണ്ടൻസും കൺഫർമേഷൻ, കറസ്പോണ്ടൻസ് ഇൻ അപ്പിയറൻസ്, ആ ഒരു രീതിയിൽ, അതായത് ഓരോരോ ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഒരു കറസ്പോണ്ടൻസ് ടീച്ചർ ഷെഡ്യൂളിലേക്ക് കൊടുക്കും. ഈവൻ ദോ സബ്ജക്ട്സ് എടുക്കാൻ മാത്രമായിരിക്കില്ല ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി. ചെറിയ ക്ലാസ്സുകൾ സ്കൂൾ ബസിന്റെ ഡ്യൂട്ടി ചിലപ്പോൾ കിട്ടുമായിരിക്കും. കുട്ടികളെ കറക്റ്റായിട്ട് രാവിലെ കൊണ്ടുവരുന്നത് തിരിച്ചവര് കറക്റ്റ് ബസ്സിൽ കയറി പോകുന്ന രീതിയിൽ. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ ടീച്ചറുടെ ഒരു ക്വാളിറ്റി മീൻസ് ടീച്ചർക്ക് എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ നല്ല നോളജ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ആ ടീച്ചർ അതിന് അസൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ പലപ്പോഴും ഇതിന്റെ എല്ലാം ഡോക്യുമെന്റേഷൻ എല്ലാം ഡോക്യുമെന്റ് ആക്കി വെക്കണം. സോഫ്റ്റ് കോപ്പി ആണെങ്കിലും ഹാർഡ് കോപ്പി ആണെങ്കിലും വട്ടവർ ഇട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും ഡോക്യുമെന്റേഷനും
ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വാളിറ്റി അഷുറൻസ് ഫ്രെയിംവർക്ക്. ക്വാളിറ്റി അഷുറൻസ് ഫ്രെയിംവർക്ക് ഇത് 3 ബേസിക് ഫങ്ഷൻസുമായിട്ടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. നമ്മള് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ 4 ആസ്പെക്ട്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു എന്തൊക്കെയാണ് ക്വാളിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അഫക്റ്റ് ചെയ്യുന്ന 4 ആസ്പെക്ട്സ് ആണ് പറയുന്നത് മാനേജ്മെന്റിന്റെ. അതിന്റെ ഫസ്റ്റ് വൺ ലീഡർഷിപ്പ് ആയിരുന്നു, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡർഷിപ്പ്. സെക്കൻഡ് വൺ ക്വാളിറ്റി അഡ്മിനിസ്ട്രേഷൻ. തേർഡ് വൺ ക്വാളിറ്റി അഷുറൻസ് QA ഫ്രെയിംവർക്ക്. ക്വാളിറ്റി അഷുറൻസ് ഫ്രെയിംവർക്ക് 3 ബേസിക് ഫങ്ഷൻസ് ആണ് അതിൽ വരുന്നത്. ഒന്ന് ക്വാളിറ്റി പ്ലാനിങ്, മെഷറിംഗ് ക്വാളിറ്റി, അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ. മെഷറിംഗ് ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ സെക്കൻഡ് വൺ. പിന്നെ ഇനീഷ്യേറ്റീവ്സ് ഫോർ ഇംപ്രൂവിംഗ് ക്വാളിറ്റി. ഈ 3 കാര്യങ്ങൾ ക്വാളിറ്റി പ്ലാനിങ്, മെഷറിംഗ് ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ആൻഡ് ലാസ്റ്റ് വൺ ഇനീഷ്യേറ്റീവ്സ് ഫോർ ഇംപ്രൂവിംഗ് ക്വാളിറ്റി. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പെർഫോമൻസിന്റെ മെഷർമെന്റ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിന് വേണ്ടുന്ന ഇൻഡിക്കേറ്റേഴ്സ് അറിയാം. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഔട്ട്പുട്ട്, അവിടുത്തെ കുട്ടികളുടെ പെർഫോമൻസ്, അതിന്റെ ഒരു മെഷർമെന്റ് വരും. പിന്നെ അങ്ങനെ വരുന്നത് ഒരു കുട്ടിയല്ലല്ലോ, എത്രയോ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഡേറ്റ കളക്ട് ചെയ്യുക, അനലൈസ് ചെയ്യുക. അതിന് വേണ്ടുന്ന അസസ്മെന്റ് മെത്തേഡ് പലത് വേണമെങ്കിലും സ്വീകരിക്കുക. പല രീതിയിലുള്ള അസസ്മെന്റ് മെത്തേഡ്സ് സ്വീകരിക്കുക അല്ലെ. ഓക്കെ, അത് ഡേറ്റ കളക്ട് ചെയ്യുക, അനലൈസ് ചെയ്യുക. പിന്നെ റൂട്ട് കോസ്, എന്തെങ്കിലും പ്രോബ്ലംസ് വരുവാണെങ്കിൽ അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് അത് അനലൈസ് ചെയ്ത് സോൾവ് ചെയ്യാനായിട്ട്, സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് വരും. ഇപ്പൊ എപ്പോഴും പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ അറൈസ് ചെയ്യൂലേ. കാരണം ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു കോളേജ് സ്കൂളിന്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം, ഫോർ എക്സാമ്പിൾ മഴക്കാലത്ത് എവിടെയെങ്കിലും ഒരു ചോർച്ച, അതും ഒരു പ്രോബ്ലം തന്നെയാണല്ലോ. അത് എത്രയും പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടൊരു ഗ്രൗണ്ട്, അതും സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കി അതിനെ സോൾവ് ചെയ്യാം. പിന്നെ അത് റെക്ടിഫൈ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം, പഴയ രീതി തന്നെ തുടരാതെ അതിനെ അപ്ഗ്രേഡ് ചെയ്യുക, പ്രൊസീജിയേഴ്സ് റിവൈസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഇപ്പൊ യൂണിഫോം ചേഞ്ച് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ, വെനസ്ഡേ യൂണിഫോമിൽ ചിലപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തും. കൊച്ചു കുട്ടികൾക്ക് മേ ബി കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഷെഡ്യൂള് ക്ലാസ് ടൈമിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തും. അങ്ങനെ പല പല രീതിയിലും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ടല്ലോ, സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും. അങ്ങനെ നല്ലൊരു അക്കാദമിക് സ്റ്റാൻഡേർഡ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്വാളിറ്റി അഷുറൻസിൽ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നത്, ഉറപ്പാക്കും. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റാഫുമാണ് അല്ലെ. അപ്പൊ അവർക്ക് അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാംസും കാര്യങ്ങളും സെറ്റ് ചെയ്യുക. അവർക്ക് അതിന് വേണ്ടുന്ന അപ്രൈസൽ കൊടുക്കാം. അപ്പൊ 3 ടൈപ്പ് ക്വാളിറ്റി മോഡൽസ് ആണ് സാധാരണ പോപ്പുലർ ആയിട്ടുള്ളത്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ക്വാളിറ്റി ഓഫ് ഫാക്കൽറ്റി, ഒരു ടീച്ചറിന്റെ ക്വാളിറ്റി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ക്വാളിറ്റി ഓഫ് ഫാക്കൽറ്റി, ഒരു ടീച്ചർ ഭയങ്കര ക്വാളിഫിക്കേഷൻ ഉള്ളതായിരിക്കാം, ലൈക്ക് MS, PhD അങ്ങനെ എക്സെട്ര. അങ്ങനെ കുറെ ഡിഗ്രീസും PGസും ഒക്കെ ഉള്ള ഒരു ടീച്ചർ ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ദിസ് സെൽഡം മീൻസ് he or she can teach the subject matter effectively. അങ്ങനെ ഭയങ്കരമായ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുക എന്നുള്ളത് അത് എപ്പോഴും ശരിയാവണമെന്നില്ല. അത് റെയർ ആണ്. എനിക്കറിയാവുന്ന ഒരു സാറുണ്ട്. സാറിന് അദ്ദേഹം BSNL ഒരു ഓഫീസറും കൂടിയാണ്. റിട്ടയർ ആയി, വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ആളാണ് കേട്ടോ. ഞാൻ ചെയ്തൊരു പ്രോഗ്രാമിൽ ഞങ്ങളുടെ ടീമിന്റെ കൂടെയുണ്ട്. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സാറ്, ഒരു പ്യുവർ സോൾ. പക്ഷെ സാറ് കുറേ എത്രയോ സബ്ജക്റ്റില് PG എടുത്തിട്ടുണ്ട്. സാറിന് 3 PhDയും മറ്റുമുണ്ട്. പക്ഷെ സാറ് വളരെ ആത്മാർത്ഥമായിട്ട് റിസോഴ്സസ് എല്ലാം കളക്ട് ചെയ്ത് വന്നിട്ട് ക്ലാസ് എടുക്കും. ഒന്നും നമുക്ക് മനസ്സിലാവില്ല.
എനിക്ക് ശരിക്കും വിഷമം തോന്നും. കാരണം സാർ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക പോലുമില്ല സാറിന്റെ ക്ലാസ്. അത്രയ്ക്ക് നമുക്ക് കാരണം മുന്നിലിരിക്കുന്ന ഗ്രൂപ്പിനെ മനസ്സിലാക്കി അവർക്ക് ഡൈജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ക്ലാസ് കൊണ്ടുപോകാൻ സാറിന് പറ്റാത്തതാണ് എന്തോ അറിയില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് സാറിന്. 3 or 4 സബ്ജക്റ്റില് PG ഉണ്ട്, 3 PhD എന്തോ ഉണ്ട്. ഇപ്പോഴും സാർ ഏതോ ഒരു സബ്ജക്റ്റില് PhD ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് സാറിന്റെ ഒരു കാര്യം. പിന്നെ പഠിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാള് സാറിന് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല പല കാര്യങ്ങളും. അപ്പൊ അങ്ങനെ നമുക്കൊരു ടീച്ചർ എന്ന് പറയുന്ന ഗുഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല അത് നോക്കേണ്ടത്. ഒരു ടീച്ചർ ഗുഡ് വൺ എന്ന് പറയുമ്പോൾ ഹി ഓർ ഷീ വിൽ ഹൗ ടു ബിൽഡ് പൊട്ടൻഷ്യൽ ഇൻ മെനി അതർ ഫീൽഡ്സ്. മറ്റുള്ള ഫീൽഡുകളിലെ പൊട്ടൻഷ്യലുകൾ. പിന്നെ അത് മാത്രമല്ല, വർക്കിന്റെ കാര്യം മാത്രമല്ല, കൂടെയുള്ള സ്റ്റാഫിനോടുള്ള പെരുമാറ്റം, കുട്ടികളോടുള്ള സമീപനം, ഇതെല്ലാം വരും. കുട്ടികളെ ഒരു ഇൻഡിവിജ്വലായി കണ്ട് അവരുടെ ഇമോഷൻസും ഫീലിങ്സും റെസ്പെക്ട് ചെയ്യാനും അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുമുള്ള കഴിവ് ഒരു ടീച്ചർക്ക് വേണം. അതാണ് ശരിക്കും വേണ്ടത്. ഒരു ക്വാളിറ്റി ഓഫ് ഫാക്കൾട്ടി എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് അതാണ്. കുറെ ക്വാളിറ്റി ഓഫ് ടീച്ചറിനെ പറ്റി, ടീച്ചറിനുള്ള പല കാര്യങ്ങളും ഉണ്ട്. എഡ്യൂക്കേഷൻ ലൈക്ക് പലപ്പോഴും പല ടാസ്കുകളും ആവശ്യം ആയിട്ട് വരും. പ്രത്യേകിച്ചും എഡ്യൂക്കേഷൻ, റിസർച്ച് സർവീസസ് ടീച്ചറുടെ ഭാഗത്ത് ടീച്ചർ ചെയ്യേണ്ടതായിട്ട് വരും. ടീച്ചേഴ്സ് അല്ലെങ്കിൽ റിസർച്ചേഴ്സ് അവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള എബിലിറ്റി മാത്രമല്ല, പലപ്പോഴും പല ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലൂടെയും അവര് കടന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ലൈക്ക് കാരണം അവരൊരു സൊസൈറ്റിയിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പിനെയാണ് അവര് ഡീൽ ചെയ്യുന്നത്. അവരുടെ മുന്നിലേക്ക് വരുന്ന കുട്ടികൾ ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിൽ നിന്ന് വരുന്നതാണ്. പലപ്പോഴും അവരുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എത്തിക്കൽ വാല്യൂസ്, അങ്ങനെ പല കാര്യങ്ങളും. കാരണം നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനേക്കാളും കൂടുതൽ ഇന്ററാക്ഷൻ ആ കുട്ടികളുമായിട്ടും അവരുടെ പാരന്റ്സുമായിട്ട് വരുന്നത് ഒരു ടീച്ചർക്കായിരിക്കും. പല ബിലീഫിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും. കുട്ടികളെല്ലാം ഈക്വലായി കാണാനുള്ള ഒരു മനസ്സ് ടീച്ചർക്ക് ഉണ്ടാവണം. ആ ഒരു പൊട്ടൻഷ്യൽ അവർക്ക് ഉണ്ടാവണം. ആ ഒരു ക്വാളിറ്റി അക്സെപ്റ്റബിൾ ആയിരിക്കണം ടീച്ചർ. അതായത് ഈ പല ഡിഫറെന്റ് സോഷ്യൽ ലെവൽസ്, ഡിഫറെന്റ് എക്കണോമിക് സ്റ്റാറ്റസ്, ഇതിൽ നിന്നെല്ലാം വരുന്ന കുട്ടികളായിരിക്കണം. അപ്പൊ അവരെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റെഡ്യൂസ് ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഇക്വാലിറ്റി. നമ്മൾ പറഞ്ഞത് തന്നെ സമ്പത്തിന്റെയോ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുട്ടികളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ അവരെ ഈക്വൽ ആയിട്ട്, പിന്നെ അവരുടെ ജെൻഡർ അനുസരിച്ചും അതിനെല്ലാം നോക്കുമ്പോൾ എല്ലാ ഏരിയയിൽ നിന്നുള്ള കുട്ടികൾ വരുന്നു. അവരെ ഈക്വൽ ആയിട്ട് കാണാനായിട്ട് ഒരു ടീച്ചർക്ക് പറ്റണം. പാർഷ്യൽ ആയിരിക്കരുത്. അപ്പം ആ ഒരു ടീച്ചറുടെ റോൾ അതാണ്. ആ ഒരു രീതിയിൽ സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ ടീച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ യുനെസ്കോ അതിന് വേണ്ടിയിട്ട് പല സ്റ്റാൻഡേർഡ്സും ആ ഒരു രീതിയിൽ കുറെ ഡിസിപ്ലിനറി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയായിരിക്കണം ആ ഒരു ടീച്ചർ അങ്ങനെ ടീം വർക്കായിട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അങ്ങനെയുള്ള രീതിയിൽ യുനെസ്കോ എപ്പോഴും കുട്ടികളുടെ ഒരു എന്താ പറയാ അവരുടെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വെക്കുക. അപ്പൊ ഒരു എഫക്റ്റീവ് ക്വാളിറ്റി ടീച്ചർക്ക് വേണ്ടുന്ന 4 ബേസിക് ആയിട്ടുള്ള ഡയമെൻഷൻസ് പറയുന്നുണ്ട്. അക്കാദമിക് കോമ്പീറ്റൻസ്, ഡെഫിനറ്റ്ലി ആ ടീച്ചർക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു നോളജ് അതുണ്ടായിരിക്കണം. അല്ലെ, അത് അപ്ഗ്രേഡ് ആവണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു ടീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ടീച്ചിങ് സ്കിൽസ്, ഏത് സബ്ജക്റ്റ് ആണോ ആ ഒരു റെലവൻറ്റ് സബ്ജക്റ്റില് ടീച്ചിങ് സ്കിൽസ് വേണം. പെഡഗോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടീച്ചിങ് മെത്തേഡ്സ് അപ്ലൈ ചെയ്യാനായിട്ട് അവർക്ക് കഴിയണം. പിന്നെ സ്റ്റുഡൻസിന്റെ സൈക്കോളജി, ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്റ്റുഡൻറ് സൈക്കോളജി. നമ്മൾ സൈക്കോളജിയിൽ പറഞ്ഞു നമ്മൾ എന്തിനാണ് സൈക്കോളജി പഠിക്കുന്നതെന്നും എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലെ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻസ് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു.
അതൊരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി, അതിനൊപ്പം തന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജി, ഈ സൈക്കോളജിയുടെ 3 വിങ്സ്, 3 ബ്രാഞ്ച് നല്ലതുപോലെ അവെയർ ആയിരിക്കണം ഒരു ടീച്ചർ. അപ്പോൾ മാത്രമാണ് മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മളുടെ സബ്ജക്റ്റില് PDF ചെറിയ രീതിയിൽ അത് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ കുട്ടികളോടൊക്കെ പറഞ്ഞത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് മനസ്സിലാക്കണം. ഡെവലപ്മെന്റൽ സൈക്കോളജി, അതുപോലെ തന്നെ ചൈൽഡ് സൈക്കോളജി കുട്ടികളുടെ ആ ഒരു രീതി അത്രേ ഉണ്ടാവുള്ളായിരിക്കും. പക്ഷെ ഡെവലപ്മെന്റ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ത്രൂ ഔട്ട് ലൈഫ് സ്പാൻ, അമ്മയുടെ മുമ്പിൽ ആ ഒരു ജീവന്റെ തുടിപ്പ് ഉണ്ടാകുന്ന സമയം തുടങ്ങി ശവകുടീരം വരെ എത്തുന്നത്, അതായത് മരിക്കുന്നവരെ, ബ്രീത്ത് നിന്ന് മരിച്ചു അതുവരെ ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ സ്റ്റേജസ് ആണ്. അപ്പൊ അത് ഡെവലപ്മെന്റൽ സൈക്കോളജി അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. വൂം ടു ടോപ്പ്, അത്രയും വൈഡ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഏരിയ നല്ലപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. അവരുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസിലും അവർക്കുണ്ടാകുന്ന ഡിസബിലിറ്റീസ്, ഡീഫോമിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അഡ്രസ് ചെയ്യാനായിട്ട് പറ്റും. സോ സ്റ്റാർട്ട് ഡൂയിങ്. നിങ്ങൾ റിലേറ്റഡ് സ്റ്റഡി നിങ്ങൾ തന്നെ തുടങ്ങും. അതാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും ഒരു PDF ഒരു ടെക്സ്റ്റിനെയോ മാത്രം ഫോക്കസ് ചെയ്തിരിക്കരുത്. മാക്സിമം പറ്റുന്ന ഡേറ്റാസ് ഈ 3 ഏരിയയിലും, ചൈൽഡ് സൈക്കോളജി, ഡെവലപ്മെന്റ് സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. കമ്മിറ്റ്മെന്റ് ആൻഡ് മോട്ടിവേഷണൽ സ്കിൽസ്, അവരവർ ചെയ്യുന്ന ജോലി അതിനോട് വളരെ കമ്മിറ്റഡ് ആയിരിക്കണം, ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. പിന്നെ അവർക്ക് മോട്ടിവേഷണൽ സ്കിൽസ് ഉണ്ടായിരിക്കണം, സെൽഫ് മോട്ടിവേഷനും അതുപോലെ തന്നെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള സ്കിൽസ്. സാധാരണ ടീച്ചേഴ്സിന് അവരുടെ അക്കാദമിക് റെഫറൻസസിലാണ് കാണുന്നത്. അത് ശരിക്കും സഫീഷ്യന്റ് അല്ല എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും കുട്ടികളുടെ റിസൾട്ട് വെച്ച് ടീച്ചേഴ്സിനെ വിലയിരുത്താറുണ്ട്, വാല്യൂ ചെയ്യാറുണ്ടല്ലേ. ആ ടീച്ചർ പഠിപ്പിച്ചപ്പോ കുട്ടികൾക്ക് ഇത്ര മാർക്ക് കിട്ടി, അല്ലെങ്കിൽ റിസൾട്ട് വന്നപ്പോ ഇത്ര കുട്ടികൾ പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ടീച്ചറിന്റെ ഒരു അക്കാദമിക് ലെവൽ മെഷർ ചെയ്യുന്നത്. അതല്ല, ബാക്കി പല കാര്യങ്ങളും നോക്കണം. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഫ്ലോ ഡയഗ്രാം പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫോർ കേപ്പബിലിറ്റീസ് ഓഫ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കമ്മിറ്റ്മെന്റ് ആൻഡ് മോട്ടിവേഷണൽ, അക്കാദമിക് കോമ്പീറ്റൻസ്, സ്റ്റുഡന്റ് സൈക്കോളജി, ടീച്ചിങ് സ്കിൽസ്, റിലവന്റ് ഫീൽഡ്. അപ്പോൾ നമ്മളൊരു സർക്കിളിന്റെ ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് ഈ രീതിയിലാണ് ഈ 4 ക്വാളിറ്റീസ് പറഞ്ഞിരിക്കുന്നത്. ഉള്ളിലുള്ള ആ ഒരു ചെറിയൊരു പാരലോഗ്രാം, കോർഡിലേറ്റർ എന്ന് പറയാം, പാരലോഗ്രാം എന്ന് പറയാൻ പറ്റില്ല, കോർഡിലേറ്റർ. അപ്പൊ ഈ 4 ഏരിയ ഒരു ഡയമീറ്റർ വെച്ചിട്ട് ഒരു ടീച്ചറെ അവിടെ വച്ചിരിക്കുക. 2 ടീച്ചേഴ്സിനോ എന്തോ അങ്ങനെ രീതിയിലാണ്. ഫിഗർ ഷോസ് പെർഫോമൻസ് ഓഫ് 2 ടീച്ചേഴ്സ് ഇസ് പ്ലോട്ടഡ് ഓൺ എ ചാർട്ട്. ഡോട്ടർ ലൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പിക്ചർ ഡോട്ടർ ലൈൻസ് കണ്ടോ? ഇപ്പൊ ടീച്ചേഴ്സിന്റെ പെർഫോമൻസ് അതെങ്ങനെയാണ്? അപ്പൊ ഈ ടീച്ചർ ഈ മുകളിലുള്ള അക്കാദമിക് കോമ്പറ്റൻസിലേക്ക് പോവുകയാണെങ്കിൽ ടീച്ചർ ഈ ഒരു പോയിന്റ് ചെയ്യുന്ന ടീച്ചർ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആകും. ഇനി കമ്മിറ്റ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ ടീച്ചർക്ക് കൂടി വരുവാണെങ്കിൽ ഈ ഒരു പോയിന്റ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആകും. സിമിലർലി സ്റ്റുഡന്റ് സൈക്കോളജി നല്ലപോലെ മനസ്സിലാക്കുവാണെങ്കിൽ, അവെയർ ആവുകയാണെങ്കിൽ ഈ ഒരു പോയിന്റും അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആവും. ഇത് ടീച്ചിങ് സ്കിൽസ്, റെലവൻറ്റ് ടീച്ചറുടെ സബ്ജക്റ്റില് ടീച്ചിങ് സ്കിൽസ് ഇതും ഇങ്ങനെ കൂടി വരും. അങ്ങനെ ഈ ഒരു സർക്കിളിലേക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ഫ്ലോ ഡയഗ്രാം വരച്ചിരിക്കുന്നത് 4 ഡയറക്ഷൻസിലേക്ക്. പിന്നെ അക്കാദമിക് കോമ്പീറ്റൻസ് ഷുഡ് ബി ബേസ്ഡ്. അതിനകത്തൊരു ന്യൂ വേർഡ് ഉണ്ട്, ന്യൂ ടോപ്പിക് ആയിട്ട് പറയുന്നുണ്ട്. ബ്ലൂംസ് ടാക്സോണമി എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. ഒരു ടീച്ചറുടെ സ്കിൽസ് അല്ലെങ്കിൽ ആ ഒരു അക്കാദമിക് കോമ്പീറ്റൻസ് എങ്ങനെയാ വരുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നോക്കട്ടെ.
സ്ക്രീൻഷോട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചതായിരുന്നു. ബ്ലൂംസ് ടാക്സോണമി അതൊരു ഹൈറാർക്കിയൽ ഫ്രെയിംവർക്ക് ആണ്. എഡ്യൂക്കേഷണൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ പല ലെവൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു ഹൈറാർക്കിയൽ ഫ്രെയിംവർക്ക് ആണ്. അതിന് ബേസിക് ഒരു ലെവൽസ് ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് ലൈക്ക് ഒരു ഹൈറാർക്കി പോലെ പറയാം. 6 ലെവൽസ് ആണ്. അത് റിമെമ്പറിങ്, അതായത് റീകോളിംഗ് ഫാക്ട്സ് ആൻഡ് ബേസിക് കൺസെപ്റ്റ്സ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തു വെക്കുക. അണ്ടർസ്റ്റാൻഡിങ്, എക്സ്പ്ലെയിനിങ് ഐഡിയാസ് ഓർ കൺസെപ്റ്റ്സ്. അപ്പൊ ഒരു അക്കാദമിക് കോമ്പിറ്റൻസ് ഓഫ് ടീച്ചേഴ്സ് അത് ബേസ് ചെയ്യുന്നത് ഈ ബ്ലൂംസ് ടാക്സോണമി എന്നുള്ളൊരു ഹൈറാർക്കിയൽ രീതിയാണ്. അതിൽ 6 ലെവൽസ് ഉണ്ട്. ഒരു ടോപ്പിക് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വേണം, റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ് വേണം. പിന്നെ അപ്ലൈ, ആ ഇൻഫർമേഷൻ പുതിയൊരു സിറ്റുവേഷനിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത്. അനലൈസ് ചെയ്യുക, ഇൻഫർമേഷനെ പല ഭാഗങ്ങളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഓരോന്നുമായിട്ട് കണക്ട് ചെയ്യുക. ഇവാലുവേറ്റ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ 4 ലെവൽസ് ആണ് ബ്ലൂംസ് ടാക്സോണമി പറയുന്നത്. 6 ലെവൽസ്, 4 അല്ല. ക്രിയേറ്റ്, ഇവാലുവേറ്റ്, അനലൈസ്, അപ്ലൈ, അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ. ഏറ്റവും ബേസ് ലെവൽ റിമെമ്പർ, അതിന്റെ തൊട്ട് മുകളിൽ അണ്ടർസ്റ്റാൻഡ്, അതിന്റെ മുകളിൽ അപ്ലൈ, അതിന്റെ മുകളിൽ അനലൈസ്, അതിന്റെ മുകളിൽ ഇവാലുവേറ്റ്, അതിന്റെ മുകളിൽ ക്രിയേറ്റ്. അതായത് റെക്കഗ്നൈസിങ് ആൻഡ് റീകോളിംഗ് ഫാക്ട്സ്, റിമെമ്പർ. ലാസ്റ്റ് ഫൗണ്ടേഷൻ, താഴെയുള്ള ലെവല്. അത് എന്നിട്ട് അതിനെ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. സെക്കൻഡ് ലെവൽ, വാട്ട് ദ ഫാക്ട്, ഈ ഫാക്ട് എന്താ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആ ഫാക്ട്സിനെ നമുക്ക് എവിടേക്കാണോ അപ്ലൈ ചെയ്യാൻ പറ്റുക അവിടെ അപ്ലൈ ചെയ്യാം. 3ാമത്തെ ലെവല്. ആഫ്റ്റർ ആപ്ലിക്കേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്, അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യം അനലൈസ് ചെയ്യുക. 4th ലെവൽ, അനാലിസിസ് കഴിഞ്ഞിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. 5th ലെവൽ, അതിനുശേഷം അതിനെ ഓരോരോ ഭാഗങ്ങൾ, പല പല ഇൻഫർമേഷൻസും ഐഡിയാസും ആയിരിക്കും, ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കമ്പൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. ഒരു ടീച്ചറുടെ അക്കാദമിക് കോമ്പീറ്റൻസ് ആ ഒരു രീതിയിൽ പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ടീച്ചറുടെ നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, സ്കിൽസ്, അനാലിസിസ് ആൻഡ് സിന്തസിസ് കേപ്പബിലിറ്റീസ് ഇൻ ദ പർട്ടിക്കുലർ സബ്ജക്ട്. അപ്പൊ നമ്മളൊരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ടോപ്പിക്സ് കാണാതെ പഠിച്ച് അങ്ങനെ കുട്ടികളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യല്ല. നമ്മൾ അതിന്റെ ഫാക്ട്സ് മനസ്സിലാക്കണം, അതിന്റെ കറക്റ്റ് റൂൾ, തിയറി പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വേണം കുട്ടികളുടെ അടുത്തേക്ക് വരാൻ ചെല്ലാൻ. കാരണം ഏറ്റവും അധികം ചോദ്യം ചോദിക്കാനുള്ള അർഹത കുട്ടികൾക്കേ ഉള്ളൂ, ടീച്ചർമാർക്കല്ല. കുട്ടികളെ ചോദ്യം ചോദിപ്പിക്കാൻ പഠിപ്പിക്കുക എന്നുള്ള ജോലിയാണ് നമ്മുടെ ജോലി. അപ്പൊ അങ്ങനെ കുട്ടികൾ പല ഡൗട്ട്സും ചോദിക്കുമ്പോൾ നമുക്കത് ഒരു മറുപടി അനലൈസ് ചെയ്ത് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റണം. പെട്ടെന്ന് വായിക്കുമ്പോൾ ഈ ബ്ലൂംസ് ടാക്സോണമി എന്താന്നൊരു ഡൗട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു 6 ലെവലിലുള്ള ഒരു അനാലിസിസ് മെത്തേഡ്. മിസ് പറഞ്ഞാലേ പറയോ? ബ്ലൂംസ് ടാക്സോണമിയിലെ ഏറ്റവും ഫൗണ്ടേഷൻ, താഴെയുള്ള ബേസ് ലെവൽ എന്ന് പറയുന്നത് റിമെമ്പറിങ്. നമ്മൾ ഓരോ ഫാക്ട്സ്, ഐഡിയാസ് അതിനെ റീകോൾ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. റിമെമ്പറിങ്, അതിനെ റീകോൾ ചെയ്യുക ആ ഒരു ഫാക്ട്സിനെ. ഓക്കെ, നമ്മളിപ്പോ എന്തെങ്കിലും പഠിക്കുമ്പോൾ നമ്മളത് ഓർമ്മയിൽ വെച്ചു, പക്ഷെ അത്ര മാത്രം പോരാ, അതിനെ നമ്മൾ മനസ്സിലാക്കണം. ആ നമ്മൾ മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുന്ന ഫാക്ട്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യും. പിന്നെ അത് എവിടെയാണോ അപ്ലൈ ചെയ്യാൻ പറ്റുക അവിടെ അത് അപ്ലൈ ചെയ്യുക. 3rd ലെവൽ, ആഫ്റ്റർ ആപ്ലിക്കേഷൻ എന്താണ് കാണുന്നതെന്ന് വെച്ചാൽ അതിനെ അനലൈസ് ചെയ്യും. 4th ലെവൽ, ആഫ്റ്റർ അനാലിസിസ് അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. അതിന്റെ 4 പ്ലസ് മൈനസ് അങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളൊരു കാര്യത്തെ കുറിച്ച് ചെയ്യുമ്പോൾ കുറെ ഐഡിയാസ് ആയിരിക്കും നമ്മൾ ഒരുമിച്ച് ഇതാക്കി കൊണ്ടുവരുന്നത്. ലാസ്റ്റ് എല്ലാത്തിനെയും കൂടെ കമ്പൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ബ്ലൂംസ് ടാക്സോണമി.
Okay, next, quality of examination and assessment. ഡെഫിനറ്റ്ലി നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കോഴ്സ് നടത്തുമ്പോൾ അവിടെ ഒരു എക്സാമിനേഷൻസ് ഉണ്ടാവും, അസസ്മെന്റ് മെത്തേഡ് ഉണ്ടായിരിക്കും. അത് നല്ലൊരു ക്വാളിറ്റിയിലുള്ളതായിരിക്കണം. പലപ്പോഴും കേട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും അങ്ങനെ കേട്ടിട്ടല്ലേ എക്സാംസ് ക്യാൻസൽ ചെയ്തു, രണ്ടാമത് റീ എക്സാം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഇതെല്ലാം ലിങ്ക് ചെയ്തിരിക്കുന്നത്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂളിംഗ് എല്ലാം ലിങ്ക് ചെയ്തിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ഓഫ് ടീച്ചേഴ്സ്, കരിക്കുലം ആൻഡ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ, ടീച്ചിങ് മെത്തഡോളജീസ്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിയാണ്, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ ഫീ വാങ്ങുന്നു, പക്ഷെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ലാതെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കാനായിട്ട് പറ്റണം. ആ രീതിയിൽ വേണം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാ കാര്യങ്ങളിലും, ഏത് ഏരിയ എടുത്താലും അവിടെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്വാളിറ്റീനെ ബ്രേക്ക് ചെയ്തുള്ള ഒരു കാര്യം പാടില്ല. എക്സാമും അസസ്മെന്റും ഒക്കെ നടത്തുമ്പോൾ അത് ഉണ്ടാവും. പിന്നെ 4 മെയിൻ ആസ്പെക്ട്സ് ഓഫ് എക്സാംസ് ഉണ്ട്. ക്വാളിറ്റി ലൈക്ക് പ്ലാനിങ്, ലെസൺ പ്ലാൻസ്, ലാംഗ്വേജ്, കോൺഫിഡൻഷ്യാലിറ്റി. അതൊക്കെ ഒരു എക്സാം നടത്തുമ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി ഒക്കെ ഇമ്പോർട്ടന്റ് ആണല്ലോ. പിന്നെ അതിന്റെ ഒരു ഓതന്റിസിറ്റി, വാലിഡിറ്റി, എക്സാംസ് ഇങ്ങനെ നമുക്ക് നമ്മളുടേത് ഓൺലൈൻ എക്സാംസ് ആണ് പലപ്പോഴും നടക്കുന്നത്. പലപ്പോഴും എപ്പോഴും ഓൺലൈൻ എക്സാംസ് ആണല്ലോ. നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുമ്പോൾ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും ഒരു ബാച്ചിന്റെ ജൂനിയർ ബാച്ചില് അവരുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടാവും. ക്വസ്റ്റ്യൻ വരുന്നത് എക്സാം എഴുതാതെ നേരെ ഈ ലിങ്ക് മറ്റു കുട്ടികൾക്ക് മറ്റു ബാച്ചുകളിലേക്ക് ഷെയർ ചെയ്ത് പോവാറുണ്ട്. നമുക്ക് അതുകൊണ്ട് അത് നമുക്ക് എന്താ പറയാ, ഇല്ലാതാക്കാൻ നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. കാരണം ഈ രീതിയിലുള്ള എക്സാം ആയതുകൊണ്ട്. ബട്ട് നമ്മള് ആ ഒരു എക്സാമിന്റെ കണ്ടന്റിൽ നിന്ന് തന്നെ, ആ ഒരു ടോപ്പിക്സിന്റെ കണ്ടന്റിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം, അങ്ങനെ ചാൻസസ് ഉണ്ട്. എന്നാലും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ടോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഓപ്ഷൻസിലെ മാറ്റങ്ങൾ. ഒരേ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന അതേ 10 ക്വസ്റ്റ്യൻ തന്നെ ഇപ്രാവശ്യം ആ രീതിയിൽ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ കുറേ ബാച്ചുകളുടെ എക്സാം ആയി അല്ലെ, അപ്പൊ ഇങ്ങനെ എല്ലാം ഷഫിൾ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ബുദ്ധിമുട്ടിച്ച് പരീക്ഷ എഴുതിപ്പിക്കുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് അതിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ എക്സാമിലൂടെ അസസ് ചെയ്യുന്നത്. അതുകൊണ്ട് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് തന്നെയായാലും അത് നെക്സ്റ്റ് പ്രീവിയസ് ബാച്ചിൽ നിന്നാണെങ്കിലും റിപ്പീറ്റ് ചെയ്താലും എനിക്കതൊരു പ്രശ്നം തോന്നിയിട്ടില്ല. കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്, അത് കുട്ടിക്ക് അറിയുമോ എന്നുള്ളതിന്റെ ഒരു അസസ്മെന്റ്. പിന്നെ എക്സാം നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്തു, എഫക്റ്റീവായി കണ്ടക്ട് ചെയ്തു എന്നുള്ളത് മാനേജ്മെന്റ് എൻഷുർ ചെയ്യണം. പിന്നെ റിസൾട്ടിന്റെ അനാലിസിസ്, അതിന് വേണ്ടുന്ന സൂട്ടബിൾ ടെക്നിക്സും എല്ലാം ചെയ്യണം. അങ്ങനെ ഒരു 4 മെയിൻ ആസ്പെക്ട്സ് ഉണ്ട് എക്സാംസ്. അപ്പൊ അങ്ങനെ എക്സാം നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യും. അപ്പൊ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്വാളിറ്റി ഓഫ് ഫാക്കൾട്ടി, ക്വാളിറ്റി ഓഫ് അസസ്മെന്റ്, എക്സാംസ് എല്ലാം വരുന്നു. വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ് കേട്ടോ. പക്ഷെ ഈ TP നടത്തുന്ന എല്ലാം ഇതിന്റെ അകത്ത് വരത്തില്ലേ? കുട്ടികളെ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ചെറിയ ചെറിയ എക്സാംസ് എല്ലാം വരില്ലേ? പേപ്പർ നമ്മളൊരു വർക്ക്ഷീറ്റ് പോലെ കൊടുക്കുവാണെങ്കിലും അതെല്ലാം അസസ്മെന്റിൽ വരുന്നതാണ്. പിന്നെ ഡിസിഷൻ മേക്കിംഗ്, ലീഡർഷിപ്പ് മാത്രമല്ല ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ് എല്ലാം വരും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനില്. മിസ്, ഈ ക്വാളിറ്റി ഓഫ് എക്സാമിനേഷൻ ആൻഡ് അസസ്മെന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ 4th പോയിന്റ് ആണോ, 4th ആസ്പെക്ട് ആണോ? ക്വാളിറ്റി ഓഫ് എക്സാമിനേഷൻ നമ്മൾ 3 പറഞ്ഞുള്ളൂ. നമ്പർ ഇല്ലെങ്കിലും അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ക്വാളിറ്റി ഓഫ് എക്സാമിനേഷൻ അസസ്മെന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ, ഒരു ആസ്പെക്ട് തന്നെയായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്പർ ഇല്ലെങ്കിലും നിങ്ങളുടെ ഫോർമാറ്റ് വെച്ച് വേറെ പ്രത്യേകിച്ച് വേറെ അതിനകത്ത് ഒന്നും പറയുന്നില്ലല്ലോ. പിന്നെ സ്കൂളിലെ പല കാര്യങ്ങളും, ഇപ്പൊ സ്കൂൾ എന്ന് പറയുമ്പോൾ പല റിസോഴ്സസ് ഉണ്ടല്ലേ സ്കൂളില്. പല രീതിയിലുള്ള രജിസ്റ്റേഴ്സ് ഉണ്ടാകാം,
ലൈബ്രറിയിൽ കുറെ ബുക്കുകൾ ഉണ്ടാകാം. അപ്പൊ നമുക്ക് ലൈബ്രറി ബുക്കുകളെ അതിനെ സോർട്ട് ഔട്ട് ചെയ്തിരിക്കുന്നതിന് ഒരു പ്രത്യേക രീതി ഉണ്ടാവും. ചിലപ്പോൾ സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഒരു ബുക്ക് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരാൾ ആ ബുക്ക് അന്വേഷിച്ച് വരുമ്പോൾ അത് ആരുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കാനുള്ള രീതിയിലുള്ള സോഫ്റ്റ്വെയറും രജിസ്റ്റേഴ്സും കാര്യങ്ങളുണ്ടാവും. അങ്ങനെ സ്കൂളിന്റെ ഓരോരോ ഭാഗങ്ങളിൽ, എക്സാമ്പിൾ ആയിട്ട് ലൈബ്രറിയുടെ കാര്യം പറയുന്നത്, ഓരോ കാര്യങ്ങളും എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണം, ഇതെല്ലാം ക്വാളിറ്റിയിൽ വരുന്നത്. അല്ലാതെ ബുക്കൊക്കെ ഇങ്ങനെ എത്ര ബുക്ക് ഉണ്ടെന്ന് അറിയില്ല, ബുക്ക് കൊണ്ടുപോയത് ആരാന്നറിയില്ല, അതങ്ങനെയൊക്കെ വന്നാലും അതും എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ കുട്ടികളുടെ ഡിസിപ്ലിൻ, യൂണിഫോം ഉള്ള സ്കൂളാണെങ്കിൽ അവർ യൂണിഫോമിലല്ല വന്നിരിക്കുന്നെങ്കിൽ ദാറ്റ്സ് ഓൾസോ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പം ആ ഒരു ലെസൺ ഞാൻ അങ്ങനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. നിങ്ങൾ വായിക്കാട്ടോ, സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചാൽ മനസ്സിലാകുന്ന പിന്നെ കുറെ പുതിയ വേർഡ്സും കുറെ ആളുകളുടെ പേരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇതുപോലുള്ള കുറെ അനാലിസിസ്, ഹൈറാർക്കിക്കൽ മെത്തേഡ്, ഇപ്പം റൂംസ്, ടാക്സോണമി എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിൾ ആയ ഒരു കാര്യം. അതിന് അവരാ ഒരു കാര്യം അതിനകത്ത് ആഡ് ചെയ്തു. ക്വാളിറ്റി മെഷർമെന്റിനകത്ത് വരുമ്പോൾ ഇങ്ങനെയാണ്. അപ്പൊ ആസ് എ ടീച്ചർ നമ്മളൊരു കാര്യം കുട്ടികൾക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ കുട്ടികൾക്ക് അനലൈസ് ചെയ്യണം, ആ ഇൻഫർമേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റണം. അതൊരു ഒരു ഫാക്റ്റ് ആയിരിക്കണം, സയന്റിഫിക് ആയിട്ടുള്ള കാര്യമായിരിക്കണം. അതുകൊണ്ട് അവർക്ക് എന്തിലും അത് അപ്ലൈ ചെയ്യാൻ പറ്റും, അത് അവർക്ക് ആ രീതിയിൽ അവരെ മനസ്സിലാക്കിക്കുക. ഇതെല്ലാമാണ് ഒരു ടീച്ചർ ശരിക്കും ചെയ്യുന്നത്. അല്ലാതെ കാണാതെ പഠിച്ചു വന്ന് പ്രസന്റ് ചെയ്യുക എന്നുള്ളതുമല്ല ഒരു ടീച്ചറുടെ ജോലി. ആ ടോപ്പിക്കിനെ കുറിച്ച് അത്രത്തോളം ഡീപ്പായിട്ട് ടീച്ചർ മനസ്സിലാക്കണം. കാരണം അത് ഇപ്പൊ ഒരു എക്സ്പെരിമെന്റ്, ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ഒരു എക്സ്പെരിമെന്റ് ആണ് കുട്ടികളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ ലൈവായിട്ട് അവർ എക്സ്പെരിമെന്റ് ചെയ്ത് കാണിച്ച് കൊടുക്കാനായിട്ട് വരുന്നത്. അത് വൺസ് ഓർ ട്വൈസ് പല പ്രാവശ്യം ടീച്ചർ അത് ചെയ്ത് നോക്കി റിസൾട്ട് കൺവിൻസ്ഡ് ആയതിനു ശേഷം മാത്രമാണ് കുട്ടികളുടെ മുന്നിൽ പറയാനായിട്ട് പാടും. ഞാൻ നിങ്ങളോട് റെക്കോർഡ് എഴുതാൻ പറഞ്ഞു, ഞാൻ അത് ചെയ്തു, എനിക്ക് ഇത്ര ടൈം എടുത്തു, ഇന്ന കാര്യങ്ങൾ ഈ ഒരു കോഴ്സ് റിലേറ്റഡ് ഈ ഒരു കാര്യങ്ങൾ മുഴുവനും എഴുതിയത് കൊണ്ടാണ് എനിക്കത് നിങ്ങളിലേക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റിയത്. മനസ്സിലായോ? ഞാൻ സർവേ പല ഫാമിലിയെ പോയി കണ്ട് മനസ്സിലാക്കി ആ ഒരു സർവേ ചെയ്തു. സോ ആ ടോപ്പിക് അത് ഏതൊരു കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അത് ഏൽപ്പിച്ചത്. ഞാൻ ചെയ്യാത്ത ഒരു കാര്യവും നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ല കേട്ടോ. ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് തന്നിട്ടുള്ളത്, ചെയ്യാത്ത ഒരു കാര്യവും ഞാൻ തന്നിട്ടില്ല. അപ്പൊ അതാണ് ഇപ്പൊ ടീച്ചർ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ പല പ്രാവശ്യം 10 പ്രാവശ്യം ചെയ്ത് നോക്കിയതിന് ശേഷം വേണം കുട്ടികൾക്ക് കൊടുക്കാൻ. ഈവൻ എക്സാംസും ഞാൻ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് എല്ലാ ബാച്ചിലും കുട്ടികൾക്ക് പോകാറ്. പ്രത്യേകിച്ചും എന്റെ സബ്ജക്ട്സുകൾ, എന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. മറ്റുള്ള ടീച്ചേഴ്സിന്റെ ഞാനൊന്ന് നോക്കി ഒന്ന് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ആക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ മാനുവലി നടക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് പലപ്പോഴും ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ വരാറുണ്ട്. മാക്സിമം ശ്രമിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു മോഡ്യൂൾ 4 ഞാൻ ഓരോ ചാപ്റ്ററും കൂടെ എടുക്കാനുണ്ട്. ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് ഇവാലുവേറ്റിംഗ് ദി ഡെവലപ്പിംഗ് ടീച്ചർ. അതും ടീച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ മോഡ്യൂൾ 4 എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ, ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, അതായത് 5th 7th യൂണിറ്റ്. നെക്സ്റ്റ് 4th യൂണിറ്റ് ആണ് ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് ഇവാലുവേറ്റിംഗ് ദി ഡെവലപ്പിംഗ് ടീച്ചർ. 66 പേജ് നമ്പർ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ്. വായിച്ചാൽ വളരെ നന്നായിട്ട് മനസ്സിലാകും. വളരെ ചെറിയൊരു ലെസണും ആണ്. കുറെ ന്യൂ വേർഡ്സ്, കൺഫ്യൂസിങ് ചെയ്യിക്കുന്ന കുറെ വേർഡ്സ് ഉണ്ടെന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും. പുതിയ വേർഡുകൾ പഠിക്കാം, അതും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്.
Okay, next lesson, transacting the curriculum and evaluating the developing teacher. ഒട്ടുമിക്കവരും ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടീച്ചറായിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പോ നമ്മളുടെ ആ ഒരു ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസസ് പലരും ഷെയർ ചെയ്യും, ആ ഒരു എക്സ്പീരിയൻസസ്. അപ്പൊ നിങ്ങൾക്ക് സ്വയം മനസ്സിലായി എന്താണ് എന്റെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പൊട്ടൻഷ്യൽ, അവനവന്റെ പൊട്ടൻഷ്യൽ എബിലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായി അല്ലെ. കുറേ പേര് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നതിന്റെ അന്ന് അല്ലെങ്കിൽ തലേ ദിവസം എന്നോട് പറയാം, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്, കുട്ടികളുടെ അടുത്ത് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്, ഭയങ്കര ടെൻഷൻ ആവണം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഞാൻ ചെയ്താൽ ശരിയാകുമോ, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര കൺഫ്യൂഷൻസിലാണ് അവർ വിളിക്കുന്നത്. ഞാൻ അവർക്ക് കൊടുത്ത് ഞാൻ എന്താ പ്രിപ്പയർ ചെയ്ത് പോകേണ്ടതൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞത്, ഒന്നും പ്രിപ്പയർ ചെയ്യണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന റൈംസ്, ആക്ഷൻ സോങ്, സ്റ്റോറി, അതെല്ലാം കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. അല്ലാതെ ഒരു പർട്ടിക്കുലർ ടോപ്പിക് അങ്ങനെയുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ കുട്ടികൾ തന്നെ നിങ്ങൾക്ക് വഴി കാണിച്ച് എന്താ ചെയ്യേണ്ടതെന്നുള്ളതെന്ന് പറഞ്ഞാണ് വിട്ടത്. അപ്പൊ വലിയ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ നമ്മളൊരു ടോപ്പിക് സെലക്ട് ചെയ്ത് പോകും, 1-2 ടോപ്പിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്നതായിരിക്കും. പക്ഷെ കൊച്ചു കുട്ടികളുടെ അടുത്ത് അങ്ങനെ നമ്മൾക്ക് ഒരു പ്ലാൻഡ് ചെയ്തൊരു ടോപ്പിക്കുമായിട്ട് പോകുന്ന നടക്കില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓരോരുത്തരും യുണീക്ക് ആണല്ലോ, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. അപ്പം ചെന്ന് കഴിയുമ്പോൾ അവര് തന്നെ നിങ്ങൾക്ക് വഴി കാണിക്കും എന്താ ചെയ്യേണ്ടത്. വൈകുന്നേരം ആയപ്പോഴേക്കും വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം, ചിരി, അതൊക്കെ എന്തൊക്കെയാ ഇമോഷൻസ് പറയാൻ പറ്റുന്നില്ല. ഭയങ്കര രസമായിരുന്നു, കുട്ടികൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്കും സമയം പോയത് അറിയില്ല, അങ്ങനെയുള്ള ഒരു ഫീഡ്ബാക്കാണ് എല്ലാവരുടെയും തന്നെ കേൾക്കാനിടയാണ്. സോ ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ, ആ ഒരു പ്രൊഫഷനില് നമ്മൾ ശരിക്കും സോഷ്യലൈസ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ആ ഒരു കുട്ടിയായിട്ടുള്ള കണക്ഷൻ, ആ ഒരു ഫാമിലി, ആ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് നല്ലൊരു കണക്ഷൻ വരുവാണ്. ആ ഒരു സോഷ്യലൈസേഷൻ, നമ്മുടെ പ്രൊഫഷൻ അതാണ്. അപ്പൊ അതുകൊണ്ട് അതില് നമ്മൾ മായോ മന്ത്രമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണോ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ് നടക്കുന്നത്, ലേണിംഗ് എക്സ്പീരിയൻസസ്, ലേണിംഗ് എക്സ്പെരിമെന്റ്. അപ്പൊ ഇതിനകത്ത് ആ ഒരു എങ്ങനെയാണ് ഒരു ടീച്ചറെ ഡെവലപ്പ് ചെയ്യുന്നത്, ആ ടീച്ചറെ ഇവാലുവേറ്റ് ചെയ്യണം, ആ ഒരു ടീച്ചർ ഡെവലപ്പ് ആകുന്നതും എല്ലാം നമ്മൾക്ക് എങ്ങനെ നോക്കി കാണാം. അതിൽ കരിക്കുലം, അക്കാദമിക്സിന്റെ ഇമ്പോർട്ടൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ടീച്ചിങ് ലേണിംഗ് സെന്റേഴ്സ്, TLC എന്ന് പറയുന്നത് ടീച്ചിങ് ലേണിംഗ് സെന്റേഴ്സ് അല്ലെ. TLC എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. ശരിക്കും ഒരു വർക്ക്ഷോപ്സ്, ആ ഒരു ടീച്ചറുടെ പ്രൊഫഷണൽ സ്കിൽസ് അതിനെ നല്ല രീതിയിൽ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് TLC, ടീച്ചിങ് ലേണിംഗ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ സ്കിൽസ് പലതും ഉണ്ടാവാം, സ്റ്റോറി ടെല്ലിംഗ്, ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്നത്, മ്യൂസിക്, ഡ്രാമ. ഇവിടെ കണ്ടോ പറയുന്നത് ട്രെയിനീസ്, ആ ഒരു ട്രെയിനിങ് പീരീഡ് ആണ് TLCയിൽ. ട്രെയിനിങ് നടത്തുക, ട്രെയിനീസ് ഇതെല്ലാം മനസ്സിലാക്കണം, ആ ഒരു എങ്ങനെ സ്റ്റോറീസ് യൂസ് ചെയ്യണം. ഇത് പലപ്പോഴും വൈവയ്ക്ക് വരുമ്പോൾ കുട്ടികളെ കൊണ്ട് ഞാൻ ഓരോ ആക്ടിവിറ്റി ചെയ്യിക്കും, സ്റ്റോറി പറഞ്ഞു കൊടുക്കാനോ ആ ഒരു രീതിയിൽ തെളിക്കും. അപ്പൊ അവരുടെ വേ ഓഫ് പ്രസന്റേഷൻ അതിനനുസരിച്ചാണ് ഞാൻ അവർക്ക് മാർക്ക് എടുത്തത്. ചിലര് സ്റ്റോറിയിലൂടെ ജനറൽ അവയർനെസ് കൊടുക്കുന്ന ടീച്ചർമാരുണ്ട്. ട്രെയിനീസ് വന്നിട്ട് സ്റ്റോറി പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു കാക്കയുടെ കഥയാണ് പറയുന്നെങ്കിൽ ആ കാക്കയെ കുറിച്ച് എന്തെല്ലാം അവയർനെസ് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഒരു ഫിഷിന്റെ ആണെങ്കിൽ ഫിഷസ് എല്ലാ രീതിയിലുള്ള ഫിഷസിനെ കുറിച്ച് എന്താണോ ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് പലപ്പോഴും അങ്ങനെയൊക്കെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ പറയണോ അത് മാത്രം പറയാതെ അതിനെ കണക്ട് ചെയ്ത് എന്തെല്ലാം വൈഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റും എന്നാണ് നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു അതെല്ലാം. പിന്നെ നമുക്കറിയാം കുട്ടികളുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ വളരെ കൂടുതലാണ്. അപ്പൊ അത് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ അവർക്ക് ഓരോന്നും പ്രൊവൈഡ് ചെയ്യാൻ. ലാംഗ്വേജ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
പിന്നെ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് സ്റ്റോറി റൈറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, അതുപോലെ തന്നെ ബുള്ളറ്റിൻ ബോർഡ്സ്, അതായത് ഈ ഓഫീസുകളിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ ബോർഡ്, അതിൽ എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ നമുക്ക് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സർഫസ് ഉള്ള ബോർഡ്. പിന്നെ പോയം ഫോൾഡേഴ്സ്, ചില സ്കൂളുകളുടെയൊക്കെ ഒരു പ്രത്യേകതയായിരിക്കും സ്റ്റോറി പബ്ലിക്, പക്ഷെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പല ഇൻഫർമേഷൻസ് ഫോട്ടോസ് ഒക്കെ വന്ന് ഇങ്ങനെ ഒരു നീഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്തൊക്കെ വയ്ക്കുമല്ലോ ഫോൾഡേഴ്സ്. പിന്നെ ക്ലാസ് റൂമിൽ ഇപ്പൊ ലാംഗ്വേജ് ഏരിയ ആണെങ്കിൽ ക്ലാസ് റൂമിൽ റീഡിങ്ങിനുള്ള കോർണേഴ്സ്, അങ്ങനെയുള്ള രീതിയിൽ ലൈബ്രറി ഉണ്ടെങ്കിലും ഒരു റീഡിങ് കോർണർ ഒക്കെ ക്ലാസ് റൂമിൽ സെറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഈ ടീച്ചിങ് ലേണിംഗ് സെന്റേഴ്സിൽ കുറെ ഇവര് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യണം, അവർ ഇവാലുവേറ്റ് ചെയ്യണം. അതിന് വേണ്ടുന്ന സപ്പോർട്ടുകളാണ് ഇപ്പൊ പറഞ്ഞത് TLC. ഓക്കെ, റെഫറൻസ് ഫ്രം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. നമ്മൾ TLCയുടെ കാര്യം പറഞ്ഞു. ടീച്ചേഴ്സിന് വേണ്ടുന്ന സപ്പോർട്ട് കിട്ടുകയാണ്. അവരെങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, അവരുടെ സ്കിൽസ് കണ്ടെത്തി, അവരുടെ എബിലിറ്റി കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുത്ത്, അങ്ങനെ പല കാര്യങ്ങളും ഒക്കെയായിരുന്നു പറഞ്ഞു വന്നത്. ഇനി റെഫറൻസ് ഫ്രം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന്റെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് നമ്മളുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇത് സെറ്റപ്പ് ചെയ്യുന്നത് അല്ലെ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ മിഷൻ ഗോൾസ് അതിലേക്കൊക്കെ എത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിന് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പ്രോസസ് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സോട്ട് അനാലിസിസ് നടത്തണം. സോട്ട് അനാലിസിസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താ സോട്ട് അനാലിസിസ്? ഒരു വ്യക്തിയാണെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിലും അവിടെ ഒരു അനാലിസിസ് നടത്തേണ്ടതുണ്ട്. അതാണ് സോട്ട് അനാലിസിസ്. S for strength, W for weakness, O for opportunities, T for threats. അതാണ് സോട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് സ്ട്രെങ്ത് ഉണ്ടാകും, വീക്ക്നെസ് ഉണ്ടാകും, പിന്നെ എനിക്ക് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റീസ് കാണും, പിന്നെ എന്റെ ചലഞ്ചസ് അല്ലെങ്കിൽ ത്രെറ്റ്സ് അതും ഉണ്ടാകും അല്ലെ. ഒരു ടീച്ചറിന്റെ കേസ് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഇൻഡിവിജ്വലിനെ കൺസിഡർ ചെയ്യാം. ഒരു ടീച്ചർ, ആ ടീച്ചറിന്റെ സോട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ ടീച്ചറിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രെങ്ത് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ടീച്ചർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. ടീച്ചർക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ട്, ടീച്ചർ ടെക്നിക്കലി നല്ല സ്ട്രെങ്ത് ഉള്ള ആളാണ്, പക്ഷെ ലാംഗ്വേജ് ഏരിയയിൽ അല്പം വീക്ക് ആണെങ്കിൽ അതിൽ പ്രൊഫഷണൽ ആകാനുള്ള മെത്തേഡ്സ് കൊടുത്ത് ആ വീക്ക്നെസ്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് ടീച്ചർക്ക് കിട്ടുന്നുണ്ടോ, അത് ടീച്ചർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് നോക്കാം. ഏതെങ്കിലും രീതിയിലുള്ള ചാലഞ്ചസ് ത്രെറ്റ്സ് ഉണ്ടോ, അതുണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുന്ന രീതി, അതാണ് സോട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. സൈക്കോളജിയിലൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മുന്നിൽ ഒരു വ്യക്തി വരുമ്പോൾ നമ്മളൊരു സോട്ട് അനാലിസിസ് നടത്തും. ആളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം മനസ്സിലാക്കി ഒരു അനാലിസിസ്. അതാണ് ഒരു വ്യക്തിക്ക് മാത്രമല്ല, എന്തെങ്കിലും ഒരു പ്രോസസ് ആണെങ്കിലും ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സോട്ട് അനാലിസിസ് ആണ് പറയുന്നത്. വിഷൻ എന്നൊക്കെ പറയുമ്പോൾ ബേസ്ഡ് ഓൺ സെറ്റ് ഓഫ് ബിലീഫ്സ്, ഓർഗനൈസേഷനെ പറ്റിയുള്ള ബിലീഫ്, പിന്നെ അതിന്റെ ആളുകളെ, എൻവയോൺമെന്റ്, കൾച്ചർ, സ്ട്രക്ചർ, ഫെസിലിറ്റീസ്, പ്ലാനിങ്, ഇതുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ് വിഷൻ എന്ന് പറയുന്നത്. ഒരു ഇൻസൈറ്റ് അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയില്ലേ. വിഷൻ 2 ടൈപ്പ് ഉണ്ട്, നിയർ വിഷനും ഡിസ്റ്റന്റ് വിഷനും. ഡിസ്റ്റന്റ് വിഷൻ ഒരു ഡ്രീം അല്ലെങ്കിൽ ഇമാജിനേഷൻ. പക്ഷെ നമുക്ക് നമ്മളിപ്പോ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, അത് കുറെ കൂടെ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഷോർട്ട് ടേം വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിസിബിൾ റേഞ്ചിൽ നമുക്ക് ഉടനെ തന്നെ സെറ്റ് ചെയ്യാനുള്ള, ഉടനെ തന്നെ ക്ലോസ് ചെയ്യാനുള്ള കാര്യം. അപ്പൊ അതൊരു ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്ന് പറയുന്നത് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ വിഷൻ ഇതാണ്, ഈ ഒരു വിഷനാണ് അവർക്കുള്ളത് എന്നുള്ള രീതി. ആ വിഷൻ തന്നെ 2 ടൈപ്സ് ആണ് പറഞ്ഞത്. നമ്മൾക്ക് അടുത്ത് നിൽക്കുന്ന ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളും ഇനി ഫ്യൂച്ചറിൽ, അതാണ് ഡിസ്റ്റന്റ് വിഷന്റെ കാര്യങ്ങൾ. ഷോർട്ട് ടേം വിഷൻ എന്ന് പറഞ്ഞാൽ വിത്തബിൾ വിസിബിൾ റേഞ്ചിൽ. മിഷൻ എന്ന് പറയുന്നത് ഒരു റോഡ് ഉണ്ടെങ്കിൽ അതിന്റെ എൻഡ്, ദാറ്റ് ഇസ് നമ്മളൊരു ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗോള് എയിമിലെത്തുന്നത്, അതാണ് മിഷൻ എന്ന് പറയുന്നത്. ആ സ്കൂളിന് അച്ചീവ് ചെയ്യാനുള്ള കാര്യം. മിഷൻസ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പർപ്പസ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പർപ്പസ് ആണ്. ഇപ്പോൾ ഈ ഒരു അക്കാദമിക് ഇയർ ഇത്ര കുട്ടികൾക്ക് ഇത്ര പെർസെന്റേജ് മുകളിൽ വരുന്നത്, ദാറ്റ്സ് എ മിഷൻ. ആ ഒരു
ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ സ്പോർട്സ് ഇന്റർനാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ പങ്കെടുക്കുമ്പോൾ ഈ ഫീൽഡിലെല്ലാം കുട്ടികൾ പങ്കെടുക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ അതൊക്കെ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത്. ആ ഒരു എൻഡ് ഓഫ് ദ റോഡ്, അതാണ് മിഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഗോൾസ്, മൈൽ പോസ്റ്റ്, ഏജ്, ഓരോ ഗോളും ഓരോ മിഷന്റെ ഓരോ അച്ചീവ്മെന്റ് ആണ്. അത് അക്കാദമിക്സ് ആകാം, അത്ലറ്റിക്സ് ആകാം, സ്പോർട്സ് ആകാം, ഗെയിംസ് ആകാം, പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് വരുന്നതാണ് ഗോൾസ്. പ്രോഗ്രാംസ്, ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതാണ് ഗോൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ അസസ്മെന്റ് ആൻഡ് സോർട്ട് അനാലിസിസ് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്സ് എന്നുള്ള രീതിയിൽ താഴെ വരുന്നുണ്ട് കേട്ടോ. സോർട്ട് അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ മെത്തേഡാണ് സോർട്ട് അനാലിസിസ്. ഒരു കുട്ടിയെ മുന്നിൽ കണ്ടാൽ തന്നെ നമുക്ക് ഈ സോർട്ട് അനാലിസിസ് ചെയ്യാം. കുട്ടിയെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോർട്ട് അനാലിസിസ് വെച്ചിട്ട് അവന്റെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളെ സ്വയം അനലൈസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് സോർട്ട് അനാലിസിസ്. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമുക്ക് കിട്ടേണ്ട ചാൻസസ്, ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അതിന് ഉള്ള ത്രെഡ്സ് എന്താണ്, ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു പർട്ടിക്കുലർ ഓർഗനൈസേഷനിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അനാലിസിസ് മെത്തേഡല്ല, ഇൻഡിവിജ്വൽസിനും സെൽഫിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ മെയിൻ തീസിസ് ഈ ഒരു സോർട്ട് അനാലിസിസിന്റെ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനെ സ്ട്രെങ്തൻ ചെയ്യുക ഫർദർ. പിന്നെ നമ്മളെ വീക്ക്നെസ്, നമ്മളെ എന്താ ആക്ഷൻസിനെ വീക്ക് ആക്കുന്ന കാര്യങ്ങൾ എന്താന്ന് നോക്കുക, ആ വീക്ക്നെസ്സിനെ നമ്മൾ റിഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസിന് വരുന്ന ത്രെഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുക, അത് സ്കൂളിന്റെ ഒരു എൻവയോൺമെന്റ് ഹാം ആക്കുന്നുണ്ടോ, അത് ഹാം ആക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തും. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് ഈസിലി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സിനും സ്പെഷ്യൽ എഫേർട്ട് തന്നെ വേണ്ടി വരും. അത് കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിൽ നമുക്കറിയാലേ, അവർക്ക് വായിക്കാൻ അറിയാം പക്ഷെ എഴുതാൻ പറ്റുന്നില്ല. വീക്ക്നെസ് അതായിരിക്കും, എഴുതാൻ പറ്റാത്തത്. സ്ട്രെങ്ത് ദേ ക്യാൻ റീഡ്. അപ്പൊ നമുക്ക് എഴുത്ത് അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് പല മെത്തേഡ്സ് അറിയാം. പക്ഷെ ഇവരുടെ ഒരു ത്രെഡ്സ്, വീട്ടിലെ അന്തരീക്ഷം, ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ അസ് ടു മാനേജ് അല്ലെ. സ്കൂളിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ വീട്ടിൽ അവര് നേരിടുന്ന ചലഞ്ചസ്, ത്രെഡ്സ്, അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റേഷൻസ്. അതുകൊണ്ട് അത് രണ്ടും ഇച്ചിരി ടഫാണ്. ബട്ട് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് വി ക്യാൻ ഈസിലി മാനേജ്. സോർട്ട് അനാലിസിസ് ചെയ്യണമെങ്കിൽ നമുക്ക് പാർട്ടിസിപ്പൻസിന്റെ അടുത്ത് അതിന് വേണ്ടുന്ന സോർട്ട് ഷീറ്റ്സ് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. ആ രീതിയിൽ കുറെ ക്വസ്റ്റ്യനെയറുകളൊക്കെ സർവേ ചെയ്തില്ലേ, ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് സോർട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റും. ചില ക്വസ്റ്റ്യനെയർ ഒക്കെ കൊടുത്തൊരു ഷീറ്റ് കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ ഫില്ല് ചെയ്ത് അങ്ങനെ പാർട്ടിസിപ്പൻസിനോട് തന്നെ ചോദിച്ച് ആ റെസ്പോൺസ് SW1T കളക്ട് ചെയ്ത് പ്രസന്റ് ചെയ്ത് ഒക്കെ അങ്ങനെ ചെയ്യാം. ഈ സോർട്ട് അനാലിസിസ് ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, W എന്താണ്, O എന്താണ്, T, ആ രീതിയിലൊക്കെയാട്ടോ ഓപ്ഷൻസിൽ ചോദിക്കുന്നത്. പിന്നെ സോർട്ട് അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് സോർട്ട് അനാലിസിസ് ചെയ്യാനായിട്ട്. ഓപ്പൺ ഡിസ്കഷൻ യൂസ് ചെയ്യാം സോർട്ട് അനാലിസിസിന്. ക്വസ്റ്റ്യനെയർ പോലെ ഒരു ഷീറ്റ് കൊടുത്ത് ഫിൽ ചെയ്യിക്കാം, അങ്ങനെ റെസ്പോൺസസ് വാങ്ങാം. ക്വസ്റ്റ്യനെയർ പോലെ അങ്ങനെ പല രീതിയിലും. പിന്നെ ടെസ്റ്റുകൾ കണ്ടെത്താം, ചെറിയ ചെറിയ ടെസ്റ്റ് എക്സാമിനേഷൻ പോലെ അങ്ങനെ ചെയ്തും സോർട്ട് അനാലിസിസ് കണ്ടുപിടിക്കാം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സോർട്ട് അനാലിസിസ് നടക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് ഡേറ്റ കളക്ഷൻ ചെയ്ത് അവര് ത്രെഡ് എന്താന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ പറയുള്ളൂ. ഈ സോർട്ട് അനാലിസിസ് ചെയ്യുന്നത് മോർ ആക്സെപ്റ്റബിൾ ആണ്, കാരണം ഒരു പാർട്ടിസിപ്പേറ്റീവ് പ്രോസസ് ആണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അവിടുത്തെ എല്ലാ ഡേറ്റകൾ കളക്ട് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന്റെ എക്സസൈസിനേക്കാളും ഇൻസ്റ്റിറ്റ്യൂഷനിലെ സോർട്ട് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. ആ ഡേറ്റ നോക്കി അനലൈസ് ചെയ്ത് എന്താണ് ഇനി ഡെവലപ്പ് ചെയ്യേണ്ടത്, എന്താണ് മോഡിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും.
പിന്നെ ടീച്ചേഴ്സിന്റെ രീതികൾ, സിഗ്നിഫിക്കൻസ് ഓഫ് ദ തീം, ക്ലാസ് റൂം ചേഞ്ചസ് വരുത്താം, ക്ലാസ് റൂമിന്റെ രീതികളിൽ ചേഞ്ചസ് വരാം. ചില ടീച്ചേഴ്സിന്റെ പഠിപ്പിക്കുന്ന രീതികള്, കുട്ടികളുമായിട്ട് എൻഗേജ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ. വൈവിക്ക് വന്നപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ക്ലാസ് റൂമാണ്, KG കുട്ടികളാണ്. ക്ലാസ് റൂമിലേക്ക് കയറിയപ്പോ കുട്ടികളൊന്നും അടങ്ങിയിരിക്കുന്നില്ല, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ചെയറിലിരിക്കുന്നില്ല. നമുക്ക് ഇവരെ ഒരിടത്ത് ഇരുത്തിയാലാണ് ഇവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാ കുട്ടികളെ എൻഗേജ് ചെയ്യുന്നത്? വൈവിക്ക് ചോദിച്ചു. ടീച്ചേഴ്സ് ഒക്കെ ഒന്ന് മീൻസ് ടീച്ചേഴ്സിനെ വിളിക്കാലോ, അവര് ട്രെയിനീസ് എല്ലാം ഫെസിലിറ്റേറ്റേഴ്സ് അല്ലെ, അവരെല്ലാരും ഇങ്ങനെ ആദ്യം ഒന്ന് കൺഫ്യൂസ്ഡ് ആയി. പക്ഷെ പെട്ടെന്ന് തന്നെ അവര് അങ്ങനെ കുട്ടികളുണ്ട് എന്ന് കസ്യൂം ചെയ്തിട്ട് അവരെ എൻഗേജ് ചെയ്യിക്കുന്ന രീതിയിൽ പല ആക്ടിവിറ്റീസും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്വാളിറ്റി, ലേണിംഗ് പ്രോഗ്രസ് അല്ലെ, പലപ്പോഴും കോമ്പറ്റീഷൻസ് വരെ പല പല സ്കൂളുകൾ തമ്മിൽ നടക്കുന്നുണ്ട്. അപ്പൊ ക്വാളിറ്റി ആസ്പെക്ട്സ്, അങ്ങനെ പല കാര്യങ്ങളും. ഇവിടെ SDMC CAC എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. SDMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി, CAC എന്ന് പറഞ്ഞാൽ കോളേജ് അക്കാദമിക് സെൽ. ഇങ്ങനെയുള്ള ചിലതൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ലേണിംഗ് പ്രോഗ്രസ് അനലൈസ് ചെയ്യാനും അത് മോണിറ്റർ ചെയ്യാനും. സ്കൂൾ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി, SDMC. പണ്ടൊരു PTA മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇതുപോലുള്ള പല രീതിയിലും ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ CAC കോളേജ് അക്കാദമിക് സെൽ, സ്കൂൾ ആണെങ്കിൽ SDMC, കോളേജ് ആണെങ്കിൽ CAC, അങ്ങനെ. അതുപോലെ തന്നെ പാരന്റ്സ് കൗൺസിൽ. ഇതിനെല്ലാം പുറമെ ടീച്ചേഴ്സിന് ഒരു പ്രത്യേക ഒരു മെയിൻ റോൾ ഉണ്ട്. ഇതെല്ലാം ആക്ടിവിറ്റീസ് വേരി. എന്തോ CAC എന്താ? കോളേജ് അക്കാഡമിക് സെൽ, CLL സെൽ, സ്കൂൾ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി, SDMC. CAC കോളേജ് അക്കാദമിക്സ് സെൽ, ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ കോളേജിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഫോം ചെയ്തത്. അതുപോലെ പാരന്റ്സ് കൗൺസിൽ, PTA ഉണ്ട്. അത് കൂടാതെ തന്നെ ടീച്ചേഴ്സിന് വേറെയും പല റോൾസ് ഉണ്ട്. പലതരം ക്ലബ്ബ്, ലാംഗ്വേജ് ക്ലബ്, സോഷ്യൽ ക്ലബ്, സയൻസ് ക്ലബ്, ആർട്സ് ക്ലബ് എന്നൊക്കെ പറഞ്ഞ പല രീതിയിലുള്ള ക്ലബും അതുമായിട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസും ഓരോ ടീച്ചറും ആ ഒരു റെസ്പെക്റ്റീവ് ടീച്ചേഴ്സ് ഒക്കെ ആയിരിക്കും ഓരോന്നും ഹാൻഡിൽ ചെയ്യുന്നത് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. അങ്ങനെയൊക്കെ ആയിട്ട് പല രീതിയിലുള്ള ക്ലാസ് റൂം പ്രോസസ്, ലേണിംഗ് അച്ചീവ്മെന്റ് അസസ്മെന്റ്, ഫങ്ഷനിങ് ഓഫ് SDMC ഇതെല്ലാം നടക്കും. ഇതിന് വേണ്ടുന്ന ഒരു ട്രെയിനിങ് ടീച്ചേഴ്സിനും ആവശ്യമാണ്. ഈ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് ആ ഫീൽഡിനെ പറ്റിയുള്ള നല്ലൊരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് കൊടുക്കും. ആ ഒരു സമയത്ത് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഓരോ സ്കൂളിലും ഓരോന്നായിരിക്കും കേട്ടോ. ഇപ്പൊ SDMC അല്ലെങ്കിൽ CAC എന്നൊക്കെ തന്നെ ആയിരിക്കണമെന്നില്ല. വേറെ ഏതെങ്കിലും രീതിയിൽ സ്കൂൾ ഡെവലപ്മെന്റ് കൗൺസിലിനോ സ്കൂൾ ഡെവലപ്മെന്റ് കമ്മിറ്റിനോ എന്തെങ്കിലും അങ്ങനെ സംതിങ് റിലേറ്റഡ്, അല്ലെങ്കിൽ PTA തന്നെ കുറച്ചുകൂടെ ഇൻവോൾവ് ആകുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. മോണിറ്ററിങ്, എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് കൊടുക്കുക, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്ത് ആ മാറ്റങ്ങൾ വരുത്തുക, അത് അപ്ലൈ ചെയ്ത് നോക്കുക, റിസൾട്ട് നോക്കുക, അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ. പ്ലാനിങ്, ഓർഗനൈസിങ്, അതൊക്കെ ഉണ്ടാകും. നമുക്ക് ഇത് ഓർക്കണം, ആ സ്കൂളിൽ ഒരു സൂപ്പർവൈസർ ഉണ്ടാകും. മേ ബി അത് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രൊഫഷണൽ ആയിരിക്കാം. നമ്മൾ സൂപ്പർവൈസറുടെ കാര്യം പറഞ്ഞല്ലോ. പിന്നെ ഒരു പ്ലാൻ ഒക്കെ കൊണ്ടുവരുമ്പം ആ ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് ആദ്യം പഠിക്കുക, തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാം. പിന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെ ഇവാലുവേറ്റ് ചെയ്യാം. ടീച്ചേഴ്സിനും അതുപോലെ തന്നെ, ടീച്ചേഴ്സ് ഒരു ഓർഗനൈസർ ആണല്ലോ, ഈ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നു. കുറെ വൈഡ് റേഞ്ച് ഓഫ് റോളാണ് ഒരു ടീച്ചർക്ക് ഉള്ളത് ഒരു സ്കൂളിനെ സപ്പോർട്ട് ചെയ്യാൻ. ടീച്ചർക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ടീച്ചറുടെ റോള്, പല റോളും ടീച്ചർ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ ആ ഒരു ടീച്ചറുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്
കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ലാസ് റൂം സ്ട്രക്ചറിൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ABCD എന്ന് പറഞ്ഞ താഴെ കുറെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് റൂമിന്റെ മിഷൻ, ആ ഒരു മിഷൻ എന്താണോ, ആ ഒരു എൻഡ് ഓഫ് ദ റോഡ് അല്ലെ, ഗോൾ എന്താണോ, ഒറ്റ ഗോൾ ആയിരിക്കില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുള്ളത്. സ്പോർട്സ് സൈഡിലുണ്ടാവും, ആർട്ട് സൈഡിലുണ്ടാവും, അക്കാദമിക്സിലുണ്ടാവും, അങ്ങനെ പല പല കാര്യങ്ങളിൽ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് ആ സ്കൂളിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മിഷൻ എന്ന് പറയുന്നത്. ആ മിഷനിലേക്ക് എത്തിക്കാനായിട്ട് അപ്പൊ ഒരു ക്ലാസ്സിന് ഒരു മിഷൻ ഉണ്ടാവും. അങ്ങനെ പല പല ക്ലാസ്സുകളുടെ മിഷൻ എല്ലാം കൂടെ ചേർന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മിഷൻ ആയിട്ട് മാറും. അങ്ങനെ പല രീതിയിലും ക്ലാസ് റൂമിൽ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും. പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാം. പല സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, അതിന്റെ വേണ്ടുന്ന ആക്ഷൻസ് എന്തൊക്കെ എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ക്ലാസ് റൂമിൽ നല്ല രീതിയിലുള്ള ടാസ്കുകൾ കണ്ടക്ട് ചെയ്യുക, പറ്റുന്ന പോലെ തന്നെ ഒരു പോസിറ്റീവ് ക്ലാസ് റൂം ക്ലൈമറ്റ് ഉണ്ടാക്കിയെടുക്കുക, ഡെവലപ്പ് ചെയ്യുക, ഫോസ്റ്റർ ചെയ്യുക. അതെല്ലാം ഒരു ടീച്ചറുടെ റോളിൽ പെടും. സ്റ്റുഡൻസിന്റെ ലേണിംഗ് പ്രോസസ് അത് നല്ല രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ടീച്ചറുടെ കേപ്പബിലിറ്റി തന്നെയാണ്. കറക്റ്റ് ടൈമിൽ ടൈം മാനേജ്മെന്റ്, പേഴ്സണൽ, മെറ്റീരിയൽ, മാക്സിമം റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്ത് എല്ലാ കുട്ടികൾക്കും എൻഷുർ ചെയ്യുക. അവരുടെ ഓരോ കുട്ടിക്കും അവരുടെ റോള്, അവരുടെ ടാസ്ക് അവർക്ക് അസൈൻ ചെയ്ത് എന്തെങ്കിലും ഒരു ടീം വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ ടാസ്കിനെ പറ്റിയുള്ള നല്ലൊരു ഐഡിയ കൊടുക്കുക, അവയർനെസ് കൊടുക്കുക, അതെങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുക. പിന്നെ ഇൻഡിവിജ്വൽസിനെയും അതുപോലെ തന്നെ ഗ്രൂപ്പിനെയും കോർഡിനേറ്റ് ചെയ്യുക ആ ക്ലാസ് റൂമിനകത്ത്. അങ്ങനെ ഒരു ക്ലാസ് റൂമിന്റെ മാനേജർ തന്നെയാണ് ഒരു ടീച്ചർ എന്ന് പറയുന്നത്. ആ ഒരു ടീച്ചറുടെ ഒരു പെർസ്പെക്റ്റീവ്, ക്ഷമയും വേണം പറയാം. ടീച്ചറുടെ ഒരു പെർസ്പെക്റ്റീവ്, ടീച്ചർ സോഷ്യലൈസ് ചെയ്യുന്നു ക്ലാസ് റൂമിലൂടെ. പല ഗ്രൂപ്പ് ഓഫ് കുട്ടികളുമായിട്ടാണ് ടീച്ചർ ഡീൽ ചെയ്യുന്നത്. പലപ്പോഴും പ്രോബ്ലംസ് വരാം, ആ പ്രോബ്ലംസിനെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും, സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലാസ് റൂമിലെ കമ്മ്യൂണിക്കേഷൻ, പിന്നെ പല മെത്തേഡ് ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ടു കൺട്രോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഹ്യൂമൻ ആണല്ലോ മുമ്പിലിരിക്കുന്നതിൽ, പല ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ 4 ആസ്പെക്ട്സ് വന്ന മെറ്റീരിയൽ, ഈവൻറ്റ്സ്, ടൈം ആൻഡ് പീപ്പിൾ. ആളുകളുണ്ട്, ടൈം മാനേജ് ചെയ്യണം, എന്തെങ്കിലും ഒരു ഇവന്റ് ചെയ്യണം, ഇപ്പൊ ഒരു ഓണം സെലിബ്രേഷൻ അത് മാനേജ് ചെയ്യണം, അതിന് വേണ്ടുന്ന റിസോഴ്സസ് വേണം. ഒരു എക്സാം നടക്കുന്നു, ടൈം മാനേജ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നു, ഒരു ഡ്രാമ ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളതാണെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, അങ്ങനെ റിസോഴ്സസ്, ഇവന്റ്സ്, ടൈം ആൻഡ് പീപ്പിൾ, അതിന് ആളുകൾ, ആ ഒരു ഗ്രൂപ്പിനെ സെറ്റ് ചെയ്യുന്നു. കുട്ടികളെ മാനേജ് ചെയ്യണം, ക്ലാസ് റൂം ലേണിംഗ് നല്ല രീതിയിൽ കൊണ്ടുപോകണം. പ്ലാനിങ്, ഓർഗനൈസിങ്, മാനേജ്മെന്റ് ഓഫ് ദ ക്ലാസ് റൂം പ്രോസസ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ടീച്ചറിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ടീച്ചേഴ്സിന് ഇതെല്ലാം ലീഡ് ചെയ്യാനായിട്ട് പറ്റണം. കുറേ റോൾസ്, ടീച്ചർ എങ്ങനെയാണ് ഒരു സ്കൂളിന്റെ സക്സസിന് ടീച്ചറുടെ റോള്, ടീച്ചറുടെ കോൺട്രിബ്യൂഷൻസ്, ഇതെല്ലാമാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസോഴ്സ് പ്രൊവൈഡർ ആണ്, ഇൻസ്ട്രക്ഷണൽ സ്പെഷ്യലിസ്റ്റ് ആണ്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, കരിക്കുലം സ്പെഷ്യലിസ്റ്റ് ആണ്, ആ ഒരു സബ്ജക്റ്റുമായിട്ട് വളരെ അടുത്തുള്ള ആള്. ക്ലാസ് റൂം സപ്പോർട്ടർ ആണ്, ആ ക്ലാസ് റൂമിലെ ഗ്രൂപ്പിനെ, സ്റ്റുഡന്റ് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള്. ലേണിംഗ് ഫെസിലിറ്റേറ്റർ ആണ്, ലേണിംഗ് പ്രോസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റേറ്റർ ആണ്. മെന്റർ ആണ്, ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാള്. അഡ്വൈസർ എന്നല്ല മീനിങ്, ഒരു സപ്പോർട്ട് ഏതൊരു കാര്യത്തിലും, പേഴ്സണലോ അക്കാദമിക് ആണെങ്കിലും മെന്റർ ആണ്. സ്കൂൾ ലീഡർ എന്ന് തന്നെ പറയാം. ഡേറ്റ കോച്ചാണ്, ഒരു ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോച്ചാണ്. കാറ്റലിസ്റ്റ് ഫോർ ചേഞ്ച്, എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ ഒരു കാറ്റലിസ്റ്റ് ആണ്. പിന്നെ ലേണർ ആണ്, ടീച്ചർ ഇറ്റ്സെൽഫ് എ ലേണർ, സെൽഫ് എ സ്റ്റുഡന്റ്. ടീച്ചർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്ഡേറ്റ് ചെയ്യുകയാണ്, അപ്ഗ്രേഡ് ചെയ്യുവാനാണ് അതിന്റെ ഒരു മീനിങ്. ഒരു ടീച്ചർക്ക് പല കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടതാണ് ടൈം മാനേജ്മെന്റ്. എക്സാംസ് വരും, അതിനു മുമ്പ് പോർഷൻസ് കവർ ചെയ്യണം.
അപ്പൊ ആ ഒരു ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതിനകത്തൊരു കോട്ട് പറയുന്നുണ്ട്, വെൽ അറേഞ്ച്ഡ് ടൈം ഈസ് ദ ഷുവറസ്റ്റ് മാർക്ക് ഓഫ് എ വെൽ അറേഞ്ച്ഡ് മൈൻഡ്. ഇംഗ്ലീഷ് ബുക്സ് എല്ലാം പബ്ലിഷ് ചെയ്യുന്ന ഒരു ആളാണ് ഐസക് പിറ്റ്മന്റെ വാക്കുകളാണിത്. ഇദ്ദേഹമാണ് ഷോർട്ട് ഹാൻഡ്, കേട്ടിട്ടില്ലേ നിങ്ങൾ? അതിന്റെ ഫൗണ്ടർ. കുറഞ്ഞ സമയം കൊണ്ട് വലിയൊരു ഇൻഫർമേഷൻ ഷോർട്ട് ഹാൻഡിൽ എഴുതി വെക്കുന്നു അല്ലെ? പണ്ടത്തെ സ്റ്റെനോഗ്രാഫേഴ്സ് ഒക്കെ ചെയ്തിരുന്നത്. ഒരു വെരി സോറി, പറയുമ്പോ എനിക്കൊരു പ്രശ്നമുണ്ട്. ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിന്റെ പ്രോസസ് ഡിപ്പെൻഡ്സ് ഓൺ. അപ്പൊ ഇങ്ങനെ വരുന്ന ഇൻപുട്സ് ഒരു ടൈം, ഒരു പീരിയഡ്സ് ഉണ്ട്, വർക്കിംഗ് പീരിയഡ്സ് ഉണ്ടല്ലേ. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ടൈം ടേബിൾ. ടൈം ടേബിൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ടൈം മാനേജ്മെന്റ്. ഒരു സ്കൂളിന്റെ ക്ലാസ് റൂമിന്റെ സ്മൂത്ത് ഗോയിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസ് അതിന്റെ ഇംപ്ലിക്കേഷൻസ് താഴെ പറഞ്ഞിട്ടുണ്ട്. It provides a living system in the school class. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും പോകുന്നത്. സ്പീഡ്, റെഗുലർ ആൻഡ് ഈവൻ പ്രോഗ്രാംസ്. ഇത്ര ടൈമേ ഉള്ളൂ നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അതിനെ റെഗുലർ ആയിട്ട് സ്പീഡപ്പ് ചെയ്യും. എക്സ്പെഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡപ്പ് ചെയ്യും. പിന്നെ ഇറാഡിക്കേറ്റ് വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് എനർജി. വെറുതെ ടൈമും എനർജിയും വേസ്റ്റ് ചെയ്യുന്നത് റിമൂവ് ചെയ്യും. 40 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റിക്ക് ടൈം അനുവദിച്ചിരിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മിനിറ്റ്സ് കൊണ്ട് തീർക്കണം അല്ലെ? അപ്പൊ വേസ്റ്റ് എക്സ്ട്രാ ടൈം എടുക്കുന്നില്ല, എക്സ്ട്രാ എനർജി എടുക്കുന്നില്ല. Next, ensures equitable sharing of time to different subjects and activities. സയൻസിന് ഇത്ര ടൈം വേണം, സോ അത്ര ടൈം സയൻസിന് വേണ്ടിയിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നു. സോഷ്യലിന് എത്ര വേണം, സോ അതുപോലെ ഇക്വേറ്റ്, ആ ഒരു ഈക്വൽ ആയിട്ട് ഓരോന്നിനും വേണ്ടുന്ന രീതിയിലുള്ള ടൈം ഷെയറിങ് കൊടുക്കുന്നു. കേപ്പബിലിറ്റി എൻഷുർ ചെയ്യുന്നു. ഇതുമൂലം കേപ്പബിലിറ്റി എൻഷുർ ചെയ്യുന്നു. അല്ലെങ്കിൽ കറക്റ്റ് ഒരു ടൈം ഇല്ലാതെ തോന്നുന്ന പോലെ ആയിപ്പോ. റെഗുലർ സ്കൂൾ ക്ലാസ് റൂം പ്രോസസ് നല്ല രീതിയിൽ നടക്കും. പിന്നെ ടീച്ചർക്കും സ്റ്റുഡൻസും ഒരു അഡ്വാൻസ് പ്ലാനിങ്, ലൈക്ക് ഈ ഇത്ര ടൈം കൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്തത്, അപ്പൊ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒന്നുകൂടെ പ്ലാൻ ചെയ്യണം. ആ ഒരു ഐഡിയ കിട്ടി. പിന്നെ ഒരു ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്, കറക്റ്റ് ടൈമിൽ ഒരു ഡിസിപ്ലിനറി മാനറിലല്ലേ പോകുന്നത്, അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ ആനുവൽ പ്രോഗ്രാം ഓഫ് വർക്ക്, കംപ്ലീറ്റ് അക്കാദമിക് ഇയർ കഴിയുമ്പോൾ നമ്മൾ ആനുവൽ ഡേ ഒക്കെ വെക്കുന്നതിന്റെ ഒപ്പം ഒരു എന്താ പറയുക, ഒരു ബേർഡ്സ് ഐ വ്യൂ. എന്താ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നത്? നമ്മളൊരു കിളികൾ ഇരിക്കുന്ന എപ്പോഴും എന്താ ടോപ്പിലായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ഡിസ്റ്റൻസിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ എന്താണോ മനസ്സിലാക്കുന്നത് ആ ഒരു വ്യൂവില് വേണം നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്ക് കാര്യങ്ങൾ. പിന്നെ പക്ഷെ നമ്മൾ ദൂരെ ഇരുന്നുകൊണ്ട് നോക്കും അടുത്ത ഫ്യൂച്ചറിലേക്ക് എങ്ങനെ ഇത് പ്ലാൻ ചെയ്യാം. ആണ് ഈ ബേർഡ്സ് ഐ വ്യൂ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഒരു അക്കാദമിക് പ്ലാൻ അത് ഫോക്കസ് ചെയ്യുന്നു. ഒരു അക്കാദമിക് ഇയർ തീരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ ഈ പ്രാവശ്യത്തെ കുറവുകളൊക്കെ മാറ്റി എല്ലാം ശരിയാക്കണം. നെക്സ്റ്റ് പാരന്റ് ടീച്ചർ ഫെഡറേഷൻ, ഇപ്പൊ PTL, പാരന്റ്സും ടീച്ചേഴ്സും ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെ? PT ഒരു പവർഫുൾ ഇൻസ്ട്രുമെന്റ് ആണ്. ആ ഒരു പാരന്റ് ടീച്ചർ റിലേഷൻ ഒരു മീനിങ് എഫക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ്, അത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ്? ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദി സ്റ്റുഡൻസ്. അതിന്റെ ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു അഡ്വർടൈസ് ഓൾ അറൗണ്ട് വെൽഫെയർ, കുട്ടികളുടെ വെൽഫെയർ. അവിടെ ആ വെൽഫെയർ ഓഫ് ദ സ്റ്റുഡൻസ് എന്നാണ്. EH മാത്രമേ ഉള്ളൂ, THE ആക്കുക. വെൽഫെയർ ഓഫ് ദ സ്റ്റുഡൻസ്.
പാരന്റ്സും ടീച്ചേഴ്സുമായിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആവും. അവർക്ക് ശരിക്കും കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അവരുടെ ടീച്ചിങ് അതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണ്ടുന്ന സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യാൻ. ഇപ്പം 10th ഒക്കെ ആകുമ്പോഴേക്കും എക്സ്ട്രാ ക്ലാസ്സുകൾ, റെമഡിയൽ ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് വെക്കും. പാരന്റ്സും കൂടെ വന്നിരിക്കും, കുട്ടികളെ കൊണ്ടുപോകണമല്ലോ. അവരുടെ ഒരു കോപ്പറേഷൻ കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. അങ്ങനെ പല പല കാര്യങ്ങളും, സ്കൂളിന് എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫണ്ട് കളക്ട് ചെയ്യാം. അങ്ങനെ അവരുടെ ഒരു വിത്തിൻ ദെയർ പാരാമീറ്റേഴ്സ് അത് ചെയ്യാം. സ്കൂളിന്റെ റിസോഴ്സസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ കുട്ടികൾക്ക് മാക്സിമം അത് കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ പാരന്റ്സും സ്കൂളുമായിട്ടുള്ള ആ ഒരു കോപ്പറേഷൻ, ആ ഒരു സഹകരണം, അത് തന്നെയാണ് PTA ഉദ്ദേശം. ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർനെസ്, നീതി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും തുല്യർ, ഈക്വലി ബാലൻസ്ഡ്, അതാണ് ഇക്വാലിറ്റി. രണ്ട് ക്വാളിറ്റീസ്, രണ്ട് വാല്യൂസ് ആണ് ഇക്വിറ്റി, ഫെയർനെസ്. ഇത് രണ്ട് ഫേസറ്റ്സ്, ആസ്പെക്ട്സ് ആണ്. ഒരു പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷനിൽ വരുന്ന രണ്ട് ആസ്പെക്ട്സുകളാണ് ഇക്വിറ്റി, ഇക്വാലിറ്റി. പലപ്പോഴും ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ബിലീഫ്, നോഷൻ, ബിലീഫ്, ഒപ്പീനിയൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. കാരണം ഓരോരോ കമ്മ്യൂണിറ്റി, കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ അങ്ങനെയൊക്കെയുള്ളവരായിരിക്കും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരുന്നത്. അപ്പൊ ഏത് തന്നെ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരേപോലുള്ള നീതി, ആ ഒരു ഇത് കിട്ടണം. അതാണ് ഇക്വിറ്റി എന്നുള്ള ഇക്വാലിറ്റി. എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി, ഫുള്ളസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ. അവർക്ക് എന്തൊക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടോ അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുക ഒരേപോലെ തന്നെ. അപ്പൊ കുട്ടികളുടെ നീഡ്സ് എന്താണോ അത് മനസ്സിലാക്കി വേണം നമുക്ക് എഡ്യൂക്കേഷൻ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് പോകാനായിട്ട്. ഒരു ക്ലാസ്സും കൂടെ നിങ്ങൾക്ക് ഞാൻ എടുക്കേണ്ടതായിട്ട് വരും. സോ നമുക്ക് ഇക്വിറ്റി, ഇക്വാലിറ്റി കഴിഞ്ഞുള്ള പോർഷൻ ക്ലാസ്സിലും കൂടെ ആയിട്ട് തീർക്കാനായിട്ട് നോക്കാം. ഓക്കെ, നാളെ ചിലപ്പോൾ അശ്വതി മിസ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാനായിരിക്കും വരിക. മിസ്സിന് വരാൻ പറ്റിയില്ലെങ്കിൽ തീർക്കാം. ഓക്കെ, ദെൻ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇനി എനിക്ക് അതേ നേരം സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. I have some problems. 1 month I cough. Okay, then bye. ഈ വീക്ക് തന്നെ തീർക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു ക്ലാസ് കൂടെ ഉണ്ടെങ്കിൽ തീർക്കാനായിട്ട് പറ്റും. എനിവേ ലെറ്റ് മീ ഡിസ്കസ് വിത്ത് അതർ ടീച്ചേഴ്സ്. സാറ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മലപ്പുരി കുട്ടികളുടെ ക്ലാസ് ഉള്ളത് ദിവസം. അപ്പോൾ 7 ഒരു ഹാഫ് ആൻ അവർ കിട്ടിയാലും മതിയാവും. 7 to 7:30 നിങ്ങൾ ജോയിൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ I can handle 8 o'clock ക്ലാസ്. എനിവേ we'll see. Okay, questions ഇട്ടേക്കാം. Okay, fine. Have a nice day. Thank you so much. Thank you, ma'am. Good night. Good night. Thank you. Thank you, ma'am. Good night. Thank you, ma'am. Bye. മിസ്സേ, ഇറങ്ങിയായിരുന്നോ? തമന്നയാണ്. മിസ്സേ, മോക്ക് ടെസ്റ്റ് ഇടുമെന്നല്ലേ പറഞ്ഞേ? അതെ അതെ, ആ, ഓക്കെ. ഞാൻ 3 ലെസൺ ആണ്, ഇതും കൂടെ ഇൻക്ലൂഡഡ് 3 ലെസൺസ്. അപ്പോ ഈ 3 ലെസണിന്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ കുറവാണ്. ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ട് സൂപ്പർവിഷന്റെ നാളെ തന്നെ ഇടും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വൺ എളുപ്പമായിരുന്നു. ഫസ്റ്റ് വൺ ഈസി ആയിരുന്നു. ഓക്കെ.
ശരി. ഓക്കെ മാം. കിട്ടിയോ മോക്ക് ടെസ്റ്റ് കിട്ടിയിരുന്നോ? ആ ഫസ്റ്റ് വൺ കിട്ടിയായിരുന്നു മോക്ക് ടെസ്റ്റ്. ഒരെണ്ണം ചെയ്തായിരുന്നു. 24 മാർക്സിലായിരുന്നു. അല്ല 12 എത്രയായിരുന്നു? 24 അല്ലേ? 24 ആയിരുന്നു. അല്ല എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? 24 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 24 ആണോ 12 ആണോ? ആരും ഇല്ല, എല്ലാരും പോയോ? മാർക്കായിരിക്കും. ആ കുറച്ച് കൂടുതലും ഉണ്ടായിരുന്നു. അത് 12 ആയിരിക്കും. ഇല്ല, ഞാൻ മറന്നുപോയി. 12 ആണോ 24 വലുതായിരുന്നു, പക്ഷെ നല്ല എളുപ്പം ഉണ്ടായിരുന്നു മിസ്സേ. അപ്പൊ 24 ഉണ്ടായിരുന്നു. അതെ 24 ഉണ്ട്, പക്ഷെ കൂടുതലുണ്ടായിരുന്നു. ഓക്കെ മാം. അപ്പൊ ഉടനെ ഇപ്പൊ നമ്മുടെ ക്ലാസ് ഓക്കെ. ഓക്കെ ബൈ. ആ ക്ലാസ് കഴിഞ്ഞ് വീക്ക് കൊണ്ട് തീർക്കാമെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇരിക്കണേ. ഇനി വലിച്ചു നിന്നിട്ട് ആവശ്യമില്ലല്ലോ. മിസ് പ്രാക്ടിക്കല് ഒരു സത്യം പറഞ്ഞ ഒരു അൺഎക്സ്പെക്ടഡ് ഡേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് മിക്കവർക്കും എത്താൻ കഴിയില്ല. നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാ, അപ്പൊ അത് പറ്റില്ല. പക്ഷെ ഇന്ന് ആതിര മിസ് ഞങ്ങൾക്ക് ഒരു 5 എക്യുപ്മെന്റ്സ് കാണിച്ചു തന്നിരുന്നു. പ്രാക്ടിക്കല് കുറച്ച് കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്തായാലും എക്സാം ഒക്കെ കുറച്ച് മുന്നേ അറിയിക്കുമല്ലോ അല്ലേ മിസ്സേ? അറിയിക്കും അതറിയിക്കും. ഓക്കെ ജോലി. ശരി. പിന്നെ ഓക്കെ മാം, ഇറങ്ങിക്കോ എന്നാ. ഗുഡ് നൈറ്റ്. താങ്ക് യു. ശരി.